നമസ്കാരം. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച സംസ്ഥാന സർക്കാർ രാഷ്ട്രീയ പോരാട്ടത്തിന് പ്രതിപക്ഷത്തെ കൂടി ക്ഷണിക്കുകയാണ്. UDF-ൽ ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കേന്ദ്രത്തിനെതിരെയുള്ള യോജിച്ച പോരാട്ടത്തിന്റെ രാഷ്ട്രീയ മാനങ്ങൾ എന്താണ്? UDF കേന്ദ്രത്തിനെതിരെ LDF-വുമായി കൈകോർക്കുമോ? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് KP നൌഷാദ് അലി, CPM വക്താവ് ജെയ്സി തോമസ്, BJP വക്താവ് യുവരാജ് ഗോകുൽ എന്നിവർ. ആദ്യം നൌഷാദ് അലി, സംസ്ഥാന സർക്കാരിന്റെ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ്, സാമ്പത്തിക കെടുകാര്യസ്ഥതയെക്കുറിച്ച് പ്രതിപക്ഷം നിരന്തരം ആക്ഷേപം ഉന്നയിക്കുകയാണ്. ധൂർത്തു മൂലമാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയത് എന്നെല്ലാം നിങ്ങൾ നിരന്തരമായി ആക്ഷേപിക്കുന്നുണ്ട്. അതേസമയം സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച വിശദീകരണം കടമെടുപ്പ് പരിധി കുറച്ചതുകൊണ്ടാണ് സംസ്ഥാനത്തിന് പല പദ്ധതികൾ നടപ്പാക്കാൻ കഴിയാത്തത്, ക്ഷേമ പദ്ധതികൾ പോലും പൂർത്തിയാക്കാൻ കഴിയാത്തത് അതുകൊണ്ടാണെന്ന് സംസ്ഥാന സർക്കാർ വിശദീകരിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് കേന്ദ്രത്തിനെതിരെ ഒരു യോജിച്ച പോരാട്ടത്തിന് പ്രതിപക്ഷത്തെ സംസ്ഥാന സർക്കാർ ക്ഷണിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പറയുന്നു UDF-ൽ ആലോചിച്ച് തീരുമാനിക്കാമെന്ന്. എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ സംസ്ഥാന സർക്കാരുമായി കൈകോർക്കുന്നു? അജിംസ്, നമ്മൾ ഈ വിഷയം തീർത്തും അക്കാദമികമായ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയൊരു വിഷയമാണിത്. നമ്മൾ ഇതിനെ വളരെ ഗൗരവപൂർവ്വം സമീപിക്കുകയും നമ്മൾ ഇടപെടേണ്ട മേഖലകൾ ഏതൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ നിർണ്ണയിക്കുകയും വേണം. അങ്ങനെ ഇടപെടേണ്ട മേഖലകളിൽ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും ഒരുമിച്ച് നിന്ന് ഇടപെടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനിതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറയും. ഇപ്പോൾ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചിട്ട് LDF-കാരോ CPM-കാരോ ഒക്കെ പറയുന്നത്, ഒന്ന് GST നഷ്ടപരിഹാരം തന്നില്ല, മറ്റൊന്ന് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് വെട്ടിക്കുറച്ചു, മറ്റൊന്ന് കടമെടുപ്പിന്റെ പരിധി വെട്ടിക്കുറച്ചു എന്നുള്ളതാണ്. ഇതിനകത്ത് ഈ GST ഗ്രാന്റ് 5 വർഷമേ തരികയുള്ളൂ. അത് 2017 തൊട്ട് 22 വരെ തന്നു കഴിഞ്ഞു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. രണ്ടാമതായിട്ട് ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ആയാലും ഈ പറഞ്ഞ കടമെടുപ്പിന്റെ പരിധിയാലൊക്കെ നിശ്ചയിക്കുന്നത് ഇവിടുത്തെ ധനകാര്യ കമ്മീഷനുകളാണ്. 2017 നവംബറിലാണ് 15ാം ധനകാര്യ കമ്മീഷൻ വന്നത്. ആ ധനകാര്യ കമ്മീഷനാണ് കേരളത്തിന്റെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി പരിശോധിച്ച് നിശ്ചയിച്ചത്. അങ്ങനെ നിശ്ചയിച്ച തുക കിട്ടിയപ്പോൾ തോമസ് ഐസക് കേരളത്തിനൊരു ലോട്ടറി അടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. നമ്മളത് കഴിഞ്ഞ 3 സാമ്പത്തിക വർഷമായിട്ട് മുഴുവനായിട്ട് മേടിച്ചു. ഒരു അല്പം തുക ചില കടലാസു പണികൾ മുൻനിർത്തി അവശേഷിക്കുന്നുണ്ട് എന്ന് മാത്രമാണ് യാഥാർത്ഥ്യം. മൂന്നാമതായിട്ട് നമ്മുടെ ഈ കടമെടുപ്പിന്റെ പരിധി വെട്ടിക്കുറക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു വിഷയം, അതും ഈ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ്. ഈ 15ാം ധനകാര്യ കമ്മീഷൻ ആദ്യ വർഷം നമ്മുടെ GSDP ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ 4% കടമെടുക്കാൻ അനുവദിച്ചു. അടുത്ത വർഷം അത് 3.5%, ഈ അവസാന വർഷം അത് 3%. അതിന്റെ കൂടെ നമുക്ക് റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി വഴി 10,000 കോടി കടമെടുക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലാണ് കടമെടുപ്പിന്റെ പരിധിയുള്ളത്. അതും ധനകാര്യ കമ്മീഷനാണ് നിശ്ചയിക്കുന്നത്. ഇതൊക്കെ 2017 നിയമിതമായ ധനകാര്യ കമ്മീഷൻ 1.5 വർഷം കൊണ്ട് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരമാണ് നടന്നിട്ടുള്ളത്. അന്നൊന്നും എതിർക്കാതെ, അന്നൊന്നും ഒരുമിച്ച് നിന്ന് നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രകൃതത്തിനനുസരിച്ച് മാറ്റം വരുത്താനൊന്നും ചെയ്യാതെ ഇപ്പൊ പറയുന്നതിൽ അർത്ഥമില്ല. ഈ കടമെടുപ്പ് പരിധി നിശ്ചയിക്കുക കേന്ദ്ര സർക്കാരാണ്. അത് വ്യത്യാസമുണ്ട്. ഒന്നൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. അല്ല, ഇവിടെ കടമെടുപ്പ് പരിധി നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാരാണെന്ന് പറഞ്ഞാൽ അത് ധനകാര്യ കമ്മീഷനാണ് GSDP-യുടെ നിശ്ചിത ശതമാനം എടുക്കാൻ നമുക്ക് മുൻകൂട്ടി അനുമതി തരുന്നത്. പിന്നെ ഇവിടെ ഉണ്ടായ തർക്കം അജിംസെ അതല്ല. ഇവിടെ കിഫ്ബി എടുക്കുന്ന കടം അത് ഓഫ് ബജറ്റ് ബോറോയിങ് ആണ് എന്ന് കേന്ദ്ര സർക്കാരിന്റെ നിഷ്കർഷ വരികയും അത് നമ്മുടെ പൊതുകടത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്തപ്പോഴാണ് നമ്മുടെ കടമെടുപ്പിന് തടസ്സം വന്നത്. അത് ആന്ധ്രാപ്രദേശിന്റെ കാര്യത്തിൽ മറ്റു പല സംസ്ഥാനങ്ങളുടെ കാര്യത്തിലും കേന്ദ്രം സ്വീകരിച്ചപ്പോൾ കേരളവും അതിൽ പെട്ടുപോയി എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് സാങ്കേതിക അർത്ഥത്തിൽ കിഫ്ബി എടുക്കുന്നത് നമ്മുടെ പൊതുകടം തന്നെയാണ്, തർക്കമില്ല. പക്ഷേ അത് മുൻകാലങ്ങളിൽ അത് പൊതുകടത്തിന്റെ ഭാഗമാക്കാതിരുന്ന സമയത്ത് നമുക്ക് വലിയൊരു സൗജന്യം അനുഭവിക്കാനുള്ള വകയുണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ നയം മാറ്റിയപ്പോൾ തീർച്ചയായിട്ടും കേന്ദ്രം അങ്ങനെ നയം മാറ്റിയത് പ്രതിലോമകരമാണ് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അത് തീർച്ചയായിട്ടും നമ്മെ ബാധിച്ചു എന്നുള്ളത് സത്യമാണ്. ഞാനിവിടെ അജിംസെ വളരെ പോസിറ്റീവായിട്ട് എനിക്ക് പറയാനുള്ള ആഗ്രഹം, ഇപ്പോഴിതാ ഈ കഴിഞ്ഞ ഡിസംബർ 31-ാം തീയതി 16ാം ധനകാര്യ കമ്മീഷനെ കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തി ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്, നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ ജനസംഖ്യയുടെ അടിസ്ഥാനമാക്കി, സംസ്ഥാനത്തിന്റെ ഭൂവിസ്തൃതിയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് വിഭവങ്ങളുടെ വിതരണക്രമം നിശ്ചയിക്കുന്നത്. ആ പോളിസിയിൽ ഒരു അഴിച്ചുപണി ഉണ്ടാകാൻ
എല്ലാ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്ന് പോരാടിയാൽ മാത്രമേ നമ്മൾ നേരിടുന്ന ഈ വിവേചനത്തിന് ആത്യന്തികമായ അറുതി വരുത്താൻ സാധിക്കുള്ളൂ. ഞാനൊരു രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണം അല്ല പറയുന്നത്. അജിംസെ 10ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് നമുക്ക് മൊത്തം കേന്ദ്ര വിഹിതത്തിന്റെ 3.87% കിട്ടിയപ്പോ ഈ പറഞ്ഞ 15ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് നമുക്ക് കിട്ടുന്നത് കേവലം 1.9% മാത്രമാണ്. അത് ഈ പോളിസികളിൽ, ഇവരുടെ നയങ്ങളിൽ, മാനദണ്ഡങ്ങളിൽ, ബെഞ്ച് മാർക്കുകളിൽ വരുന്ന അന്യായം കാരണമാണ്. അത് തിരുത്താനുള്ള ഇടപെടലുകൾ കാലേക്കൂട്ടി ഈ ആദ്യ മണിക്കൂറുകളിൽ നടത്താൻ നമ്മുടെ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും സാമ്പത്തിക വിദഗ്ധരും പൊതുജനവും തയ്യാറായി മുന്നോട്ട് വരണം. അല്ലാതെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പേക്കൂത്തുകളോ ടിപ്പിക്കൽ നമ്പറുകളോ ഒക്കെ പുറത്തുവിട്ടിട്ട് എന്നാണ് മുഖ്യമന്ത്രിയും ആവശ്യപ്പെടുന്നത്. പ്രതിപക്ഷം അതിനോട് യോജിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. അല്ല, ഞാൻ പറഞ്ഞ പോയിന്റ് മുഖ്യമന്ത്രി പറഞ്ഞ പോയിന്റ് ഒന്നുമല്ല. ഞാൻ പറഞ്ഞത് ധനകാര്യ കമ്മീഷന്റെ നയം മാറ്റണം, അവരുടെ പോളിസി മാറ്റണം, അവരുടെ മാനദണ്ഡങ്ങൾ മാറ്റണം. അവർ ഫെഡറൽ രീതികൾക്കൊക്കെ സമാനമാക്കുന്ന നയങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സമ്പൂർണ്ണമായിട്ട് കേരളത്തിന് പ്രതികൂലമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ആ നയം മാറ്റാനുള്ള ഇടപെടലുകളാണ് വേണ്ടത്. അത് കേരളത്തിലെ BJPയെ കൂടി വേണമെങ്കിൽ, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഈ സംസ്ഥാനത്തോട് സ്നേഹമുണ്ടെങ്കിൽ അവരെയും കൂട്ടിയിട്ട് വേണം ഈ നയം മാറ്റാനുള്ള നമ്മുടെ നീക്കത്തിന് ശക്തി പകരാൻ എന്നാണ് അഭിപ്രായം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. കേരളത്തിന്റെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ഇത്തരത്തിലുള്ള ഗതികേട് മാത്രമാണ് എന്ന് അജിംസെ ഒരിക്കലും പറഞ്ഞു പോകരുത്. ഇത്തരത്തിലൊക്കെ പ്രതിസന്ധിയുള്ളൊരു സംസ്ഥാനമാണ് തങ്ങൾ ഭരിക്കുന്നത് എന്ന യാതൊരു വിചാരവുമില്ലാതെ, തത്വദീക്ഷയില്ലാതെ, കാട്ടിലെ തടി തേവരുടെ ആന വലിയട വലി എന്ന മട്ടിൽ ഈ സംസ്ഥാനത്തെ പടുകുഴിയിലേക്ക് തള്ളുന്ന ഈ സർക്കാരിന്റെ നയവൈകല്യങ്ങൾ, ഭരണപരാജയങ്ങൾ, സാമ്പത്തിക ദുർനടപ്പ്, മാനേജ്മെന്റ് വൈകല്യം, നികുതി പിരിവിലെ വലിയ തോതിലുള്ള വീഴ്ചകൾ, അവരുടെ ധൂർത്ത്, അവരുടെ ദുർവ്യയം, ഇതൊക്കെയാണ് കേരളത്തെ അല്ലെങ്കിലേ ദുർബല പിന്നെ ഗർഭിണിയും എന്നൊരു അവസ്ഥയിൽ എത്തിച്ചേർത്തത് എന്നുകൂടി നമ്മൾ കൂട്ടിവായിക്കേണ്ടതുണ്ട്. സർക്കാർ അടിയന്തരമായിട്ട് തങ്ങളിതാ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സ്വയം ശൈലി മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ മുന്നോട്ട് വരട്ടെ, അവർ ധവളപത്രം ഇറക്കട്ടെ. അങ്ങനെ അവർ സ്വയം മാതൃകയായി മുന്നോട്ട് വരുമ്പോൾ പ്രതിപക്ഷവും ജനവും ഒക്കെ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ കൂടെ നിൽക്കും. കേന്ദ്രത്തെ തിരുത്തേണ്ടിടത്ത് തിരുത്താനും കൂടെ നിൽക്കും. അതിന് പകരം രാഷ്ട്രീയം മാത്രം അധര വ്യായാമം നടത്തി മുന്നോട്ട് പോയാൽ, കേവലം രാഷ്ട്രീയ ദുരാരോപണങ്ങളോ അല്ലെങ്കിൽ ദുഷ്ടലാക്കുകളോ മുൻനിർത്തി ഈ വിഷയത്തെ സമീപിച്ചാൽ അതൊരിക്കലും കേരളത്തിന്റെ വിഷയത്തെ പരിഹരിക്കാൻ പ്രാപ്തമാക്കുകയില്ല, ഉതകുകയില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും പ്രതിപക്ഷം വളരെ പോസിറ്റീവായ സമീപനമാണ് സ്വീകരിച്ചത്. വളരെ കൃത്യമായ നിർദ്ദേശങ്ങളാണ് പ്രതിപക്ഷ നേതാവും ഉപനേതാവും മുന്നോട്ട് വെച്ചത്. മുഖ്യമന്ത്രിക്ക് എത്രത്തോളം രാഷ്ട്രീയ വിവേകമുണ്ട് എന്നുള്ളത് ഞങ്ങൾ കാത്തിരുന്ന് കാണുകയാണ്. നമുക്ക് അതിനനുസരിച്ച് തുടർന്നുള്ള നാളുകളിൽ എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തി ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകാം എന്നൊരു പ്രത്യാശ പങ്കുവെക്കുവാൻ അജിംസെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശരി നൗഷാദ് അലി, മടങ്ങി വരാം. ശ്രീ ജെയ്സി തോമസ്, വിഷയാധിഷ്ഠിതമായിരിക്കും ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ പിന്തുണ എന്നാണ് ഇവിടെ കോൺഗ്രസ് വക്താവ് KP നൗഷാദ് അലി പറയുന്നത്. അതിന്റെ കാരണം, ഒരു വശത്ത് കേന്ദ്രത്തിന്റെ നയങ്ങളുടെ വൈകല്യങ്ങളുണ്ട്, തീർച്ചയായും ഉണ്ട്. അത് ധനകാര്യ കമ്മീഷനുകൾ സെറ്റ് ചെയ്ത ബെഞ്ച് മാർക്ക് പ്രകാരം നമുക്ക് ലഭിക്കേണ്ട നികുതി വിഹിതത്തിൽ കുറവുണ്ടായിട്ടുണ്ട് കാലാകാലങ്ങളിൽ. മറ്റൊന്ന്, കേന്ദ്ര സർക്കാർ തന്നെയാണ് കടമെടുപ്പ് പരിധി നിശ്ചയിക്കുന്നത്, ഡെറ്റ് സീലിംഗ് നിശ്ചയിക്കുന്നത്. ഈ ഡെറ്റ് സീലിംഗ് നിശ്ചയിക്കുമ്പോൾ അത് വലിയ തോതിൽ സംസ്ഥാനങ്ങളെ പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് കേരളത്തിൻ്റെ മാത്രം പരാതിയല്ല, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം പറയുന്നുണ്ട്, ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതോടൊപ്പം ഈ കേന്ദ്ര നയങ്ങളോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റും ഉണ്ട് എന്ന് പ്രതിപക്ഷത്തിന് ആക്ഷേപമുണ്ട്. അപ്പോൾ ഒരു ബ്ലാങ്ക് ചെക്ക് ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് പിന്തുണയായി എഴുതിത്തരാൻ പ്രതിപക്ഷം തയ്യാറായേക്കില്ല. തീർച്ചയായിട്ടും. അതായത് ഞാൻ കോൺഗ്രസ് പ്രതിനിധിയുടെ വാദങ്ങൾ പൂർണ്ണമായും എനിക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അങ്ങയുടെ ഒരു വിശകലന പ്രകാരം കോൺഗ്രസ് വിഷയാധിഷ്ഠിതമായി ഭാഗികമായി എങ്കിലും തുറന്ന മനസ്സോടുകൂടെ ഇന്ന് കേരളത്തിലെ സർക്കാർ സ്വീകരിച്ച ചർച്ചയെയും ആ സമീപനത്തെയും തുറന്ന ഹൃദയത്തോടുകൂടെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നല്ലത്. പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനത്തിലെ ചില പ്രതികരണങ്ങൾ വാർത്തയിൽ നിന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് UDFും അതോടൊപ്പം തന്നെ അതിലെ നേതൃത്വവുമാകെ ചർച്ച ചെയ്ത് ഇതിനോടുള്ള സമഗ്രമായൊരു സമീപനം സ്വീകരിക്കുമെന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ ക്ഷണത്തെയും സമീപനത്തെയും ഒക്കെ അവർ തുറന്ന ഹൃദയത്തോടുകൂടെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് വാർത്തകളെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതെന്തായാലും കേരളത്തിന് ആശ്വാസകരമായൊരു വാർത്തയാണ്. കാരണം
ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് കേരളത്തെ തുടച്ചു നീക്കാനുള്ള ശ്രമങ്ങൾക്കാണ് നമ്മളുടെ കാലഘട്ടം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തോട് സാമ്പത്തിക യുദ്ധം ഇന്ന് സംഘപരിവാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സാമ്പത്തിക യുദ്ധം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഞാൻ ബോധപൂർവം തന്നെ ഉപയോഗിച്ചൊരു പദപ്രയോഗമാണ്. അതൊട്ടും ആലങ്കാരികമായി സംഭവിച്ചതല്ല. അർത്ഥപൂർണമായി കേരളത്തിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളോട് ഇന്ത്യയിൽ സംഘപരിവാരം പറയുന്നത്, നിങ്ങൾ കേരളത്തിലെ പെൻഷൻ ഗുണഭോക്താക്കളാണോ? അത് മറിയക്കുട്ടിച്ചേടത്തെയും അന്നയും മാത്രമല്ല, കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളോട്, വയോജനങ്ങളോട്, വിധവകളോട് പറയുന്നു, നിങ്ങൾക്ക് ജീവിത സായാഹ്നത്തിന് മരുന്ന് വാങ്ങാൻ കൈത്താങ്ങാകേണ്ട തുക നിങ്ങൾ മരിച്ചു വീണാലും ശരി ആ തുക ഞങ്ങൾ തരില്ല എന്ന് സംഘപരിവാരം പ്രഖ്യാപിക്കുകയാണ്. അത് കേരളത്തിലെ ഒരു ഇടതുപക്ഷ പ്രശ്നം മാത്രമല്ല, നമ്മളിൽപ്പെട്ട എല്ലാവരുടെയും പ്രശ്നമാണ്. കേരളത്തിലെ സ്കൂൾ കുട്ടികളുടെ ഉച്ചക്കഞ്ഞിയിൽ മണ്ണ് വാരിയിടാൻ സംഘപരിവാർ ശ്രമിക്കുകയാണ്. നമ്മുടെ സ്കൂൾ കുട്ടികളുടെ അവരുടെ ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു CPIM പ്രശ്നം മാത്രമല്ല, നമ്മളിൽപ്പെട്ട എല്ലാവരുടെയും വീടുകളിലെ അടുക്കളകളെ ബാധിക്കുന്ന പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് മുമ്പിൽ നിങ്ങൾ ആരോടൊപ്പം? ആ ചോദ്യമാണ് ഇന്ന് കേരളം ഉയർത്തുന്നത്. അവിടെയാണ് ഭാഗികമായൊരു സമീപനം, തുറന്ന മനസ്സ് ഇന്ന് UDF സ്വീകരിച്ചിരിക്കുന്നത്. സ്കൂൾ കുഞ്ഞുങ്ങളുടെ ഉച്ചഭക്ഷണവും അതേപോലെ വയോജന വിധവകളും ഉൾക്കൊള്ളുന്ന കേരളത്തിലെ സാധാരണക്കാരുടെ പെൻഷനും എന്നു തുടങ്ങുന്ന കേരളത്തിന്റെ സമസ്ത സാമ്പത്തിക അവകാശങ്ങളെയും റദ്ദു ചെയ്യും, അതുവഴി കേരളത്തിന്റെ ജീവനെടുക്കും എന്നാണ് ഈ കൂട്ടർ പ്രഖ്യാപിക്കുന്നത്. എന്തുകൊണ്ട് എന്ന ചോദ്യവും പ്രസക്തമാണ്. ഞാനിപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പൊ സമീപത്താണ് ഇതിനൊക്കെ നേതൃത്വമായ നമ്മളുടെ ധനകാര്യമന്ത്രിയുടെ ജീവിത പങ്കാളി, അദ്ദേഹം ധനകാര്യമന്ത്രിയുടെ ജീവിത പങ്കാളി എന്ന നിലയിലല്ല നമ്മൾ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നത്. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് മുതൽ ഡൽഹി JNU വരെ നീണ്ടു നിൽക്കുന്ന ദൈഷ്ണിക ജീവിതത്തിന്റെ പ്രതീകം കൂടെയാണ് ഡോക്ടർ പറകാല പ്രഭാകർ. അദ്ദേഹം സമീപത്ത് കേരളത്തിലെ ഒരു വാർത്താ മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അതിൽ അഭിമുഖകർത്താവ് ചോദിക്കുന്നുണ്ട്, വ്യവസായ വളർച്ചയും തൊഴിൽ വളർച്ചയും നോക്കുമ്പോൾ ഗുജറാത്ത് ഒരു മാതൃകയാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന മറുപടി, വിവിധ മാനകങ്ങളാണ് മാതൃകാ സംസ്ഥാനത്തെ തീരുമാനിക്കേണ്ടത്. ആ വിവിധ മാനകങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഗർഭിണികളായ സ്ത്രീകളുടെ പോഷകാഹാര ലഭ്യതയും അവരുടെ ആയുർദൈർഘ്യവും കുറഞ്ഞ മാതൃമരണ നിരക്കും കുറഞ്ഞ ശിശുമരണ നിരക്കും ഉയർന്ന ആയുർദൈർഘ്യവും സുസ്ഥിര വികസന സൂചികയിലെ സമഗ്രമായ വളർച്ചയും ഏറ്റവും ഉയർന്ന കൂലിയും ഏറ്റവും അഭിമാനകരമായ പൊതുവിദ്യാഭ്യാസ രംഗവും ഏറ്റവും സാർവത്രികമായ ആരോഗ്യവും അതോടൊപ്പം സമാധാനപൂർണവും മതനിരപേക്ഷവുമായ അന്തരീക്ഷവും, ഇതൊക്കെയാണ് മൾട്ടി ഡൈമെൻഷനിലാണ് ഒരു മാതൃകാ സംസ്ഥാനത്തെ തീരുമാനിക്കേണ്ട മാനകങ്ങൾ. അങ്ങനെ നോക്കുമ്പോൾ പരിമിതികളോടെങ്കിലും ഇന്ത്യയിൽ മാതൃകാ സംസ്ഥാനം എന്ന വിളിപ്പേരിന് അർഹത കേരളമാണ് എന്ന് പറഞ്ഞത് ഇടതുപക്ഷമോ CPIM കോൺഗ്രസോ അല്ല, നമ്മളുടെ ധനകാര്യമന്ത്രിയുടെ ജീവിത പങ്കാളി കൂടിയായ ഒപ്പം ഇന്ത്യയിലെ അറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ പറകാല പ്രഭാകരാണ്. ഇങ്ങനെ ഒരു കേരളം ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന സമീപനമാണ് ഈ കൂട്ടർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന്, ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ മാപ്പിൽ നിന്നല്ല, ഭൗമശാസ്ത്രപരമായി കേരളത്തെ തുടച്ചു നീക്കാനല്ല, ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് വർഗീയതയെ പടിയടച്ച് പിണ്ടം വെക്കുന്ന, മണിപ്പൂർ മുതൽ പലസ്തീൻ വരെ ലോകത്തെ എവിടെയും മനുഷ്യർ വേട്ടയാടപ്പെടുമ്പോൾ അവരോട് കൂടെ നിൽക്കുന്ന, അവർക്ക് ഹൃദയം പകുത്തു നൽകുന്ന, ഒപ്പം ജനാധിപത്യപരമായ വികസനത്തിന്റെ ബദൽ യാഥാർത്ഥ്യമാണ് എന്ന് വിജയകരമായി തെളിയിച്ചു കാണിക്കുന്ന അങ്ങനെയൊരു കേരളം ഇന്ത്യൻ ഭൂപടത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന ദുഷ്ട ലക്ഷ്യത്തോടു കൂടെ ഈ കൂട്ടർ യുദ്ധം നടത്തുകയാണ്. ആ യുദ്ധത്തെ ചെറുത്തു തോൽപ്പിക്കേണ്ട ഉത്തരവാദിത്തം വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന, വിവിധ സാമൂഹ്യ സാംസ്കാരിക സാമുദായിക മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികളുടെ അടിസ്ഥാന കടമയാണ് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ ചർച്ചയും അതിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രതികരണങ്ങളെയും കേരളം കാണേണ്ടത്. ജയ്ക്ക്, ഇപ്പോൾ ഈ കടമെടുപ്പ് പരിധിയാണല്ലോ പ്രധാന പ്രശ്നം. കടമെടുപ്പ് പരിധിയിൽ നമ്മളിപ്പോൾ സംസ്ഥാനം സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. ഈ കടമെടുപ്പ് പരിധി കേരളത്തിന് മാത്രം ബാധകമായ ഒരു പ്രശ്നമല്ല. ഈ വിഷയം ഉന്നയിക്കുന്നവരിൽ തമിഴ്നാടുണ്ട്, പഞ്ചാബുണ്ട്, BJP ഭരിക്കുന്ന മധ്യപ്രദേശിന് പോലും ഇനിയും കടം വാങ്ങണം എന്ന ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. അതായത് സ്റ്റേറ്റ് GDP-യുടെ 30% മുകളിലുള്ള 5 or 6 സംസ്ഥാനങ്ങൾ ഉണ്ട്. നമ്മളെക്കാൾ കൂടുതൽ കടം എടുത്തിട്ടുള്ള SDGP-യുടെ റേഷ്യോ നോക്കുകയാണെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ കടം എടുത്തിട്ടുള്ള സംസ്ഥാനങ്ങളുമുണ്ട്. പക്ഷേ അവിടെയൊന്നും ഈ പറയുന്ന കേന്ദ്രം ഞെരുക്കുന്നു എന്നുള്ളത് കൊണ്ട് ക്ഷേമ പെൻഷൻ മുടങ്ങുന്നു എന്ന പരാതിയോ അല്ലെങ്കിൽ ഉച്ചക്കഞ്ഞി വിതരണം മുടങ്ങിയെന്ന പരാതിയോ തുടങ്ങിയ പരാതികളില്ല. അത് അത്തരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സംസ്ഥാന സർക്കാർ ഉണ്ടാവേണ്ടതല്ലേ?
തീർച്ചയായും അങ്ങയുടെ ചോദ്യം പ്രസക്തമാണ്. ഒപ്പം അങ്ങയുടെ തൊട്ടു മുമ്പത്തെ ചോദ്യത്തിൽ മറ്റു ചില ആളുകളുടെ പ്രതികരണങ്ങൾ അങ്ങയുടെ ചോദ്യത്തിന്റെ ഭാഗമായിരുന്നല്ലോ. ഒരു ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് കേരളം നടത്തുന്നു എന്ന ആരോപണം പ്രതിപക്ഷം ഇപ്പോഴും കൈവിടുന്നില്ല എന്നുള്ളത് അങ്ങയുടെ തൊട്ടു മുമ്പത്തെ ചോദ്യത്തിന്റെ ഭാഗമായിരുന്നു. അതുകൂടെ ഓർമ്മിച്ചെടുത്തുകൊണ്ട് ഞാൻ മറുപടി പറയട്ടെ. വർത്തമാനകാല കേരളത്തിൽ ഈ സാമ്പത്തിക വർഷം, ഏറ്റവും ഒടുവിൽ അവസാനിക്കുന്ന സാമ്പത്തിക വർഷം, കേരളത്തിന്റെ ധനകാര്യ സ്ഥിതിയുടെ വളർച്ചാ മാനകങ്ങൾ എന്തായിരുന്നു? നമ്മുടെ മാത്രം വിലയിരുത്തലല്ലോ, കേരളത്തിലെ LDF സർക്കാർ പറഞ്ഞതല്ലോ. 22% തനത് സാമ്പത്തിക വളർച്ച ഒറ്റ സാമ്പത്തിക വർഷം നേടിയ സ്റ്റേറ്റായി കേരളം ഈ വർഷം നിലനിൽക്കുകയാണ്. നികുതി ഏതര വരുമാനത്തിലോ തനത് നികുതി വരുമാനത്തിൽ 22% വർധനവ് ഒറ്റ സാമ്പത്തിക വർഷം കൊണ്ട് നേടിയ നമ്മുടെ കേരളം നികുതി ഏതര വരുമാനത്തിൽ 45% മേൽ വർധനവ് നേടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്നത്തെ ഇന്ത്യൻ കാലാവസ്ഥയിൽ ഏറ്റവും ശ്രദ്ധേയമായ നികുതി വരുമാനവും നികുതി ഏതര വരുമാനത്തിലെയും ഏറ്റവും ശ്രദ്ധേയമായ വളർച്ച നേടിയ പ്രാഥമിക പട്ടികയിലാണ് നമ്മുടെ കേരളമുള്ളത്. അതിനെ യൂണിയൻ ഗവൺമെന്റ് അംഗീകരിച്ചതാണ്. 45% നികുതിയേതര വരുമാന വർധനവ് നേടിയ, 22% നികുതി വരുമാന വർധനവ് നേടിയ ഒരു സ്റ്റേറ്റിന് എന്തുകൊണ്ടാണ് പ്രതിസന്ധി ഉണ്ടാകുന്നത്? അവിടെയാണ് ദുഷ്ടലാക്കോടുകൂടെ ഈ കേരളത്തെ തുടച്ചു നീക്കാനുള്ള ശ്രമങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അവിടെയാണ് അങ്ങയുടെ ചോദ്യത്തിൽ അങ്ങ് ഉദാഹരിച്ചു. മധ്യപ്രദേശും അതേപോലെ തന്നെ ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പിലാക്കിയ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളും ധനകാര്യ കമ്മീഷന്റെ പുതുക്കിയ ജനാധിപത്യ വിരുദ്ധമായ ശുപാർശകളുടെ ഭാഗമായി ഇന്ന് സൃഷ്ടിച്ചെടുത്ത ഈ പ്രതിസന്ധിയെ അഭിസംബോധന ചെയ്യുകയാണ്. അങ്ങ് ചൂണ്ടിക്കാട്ടുന്നത്, അങ്ങയുടെ ചോദ്യത്തിൽ വിശദീകരിച്ചത്, അവരൊക്കെയും കടമെടുപ്പ് പരിധി ഉയർത്തണമെന്ന് പറയുമ്പോൾ തന്നെയും അവർക്കാർക്കും ഇത്തരത്തിലുള്ള അടിസ്ഥാന ക്ഷേമ പദ്ധതികളെ നിർവഹിക്കുന്നതിന് പ്രയാസം നേരിടുന്നില്ലല്ലോ എന്നുള്ളതാണ് അങ്ങയുടെ ചോദ്യം. പ്രത്യേകത എന്താണ്? അങ്ങൊന്ന് നോക്ക്. നമ്മളിവിടെ ഒത്തുചേരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് പുറകിലാണ്. മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് നീതി ആയോഗ് പ്രസിദ്ധീകരിച്ചു. എത്രയാണ് മധ്യപ്രദേശും കേരളവും തമ്മിലുള്ള അകലം? അങ്ങേക്ക് അറിയുന്നതല്ലേ? 32% മേലെയോ മറ്റോ ആണ് മധ്യപ്രദേശിലെ ദാരിദ്ര്യത്തിന്റെ നിരക്ക്. കേരളത്തിൻ്റെതോ 100 പേരിൽ 32 പേർ ദരിദ്രരായിരിക്കുന്ന മധ്യപ്രദേശിൽ നിന്നും നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ 100 പേരിൽ ഒരാൾ പോലും ദരിദ്രനല്ലാത്ത ഏക ഇന്ത്യൻ സംസ്ഥാനമായി നമ്മുടെ കേരളം നിൽക്കുകയാണ്. നമ്മൾ ഇന്ത്യയുടെ പശ്ചാത്തലം മറന്നു പോകാൻ പാടില്ല. ചെറുകാട് എഴുതുന്നത് പോലെ എന്റെ മുരിങ്ങാമര ചൂട്ടിൽ ഇരുന്നിട്ടാണ് നക്ഷത്രങ്ങളെ കാണാറുള്ളതെന്ന് ഇതൊക്കെ എഴുതാറുണ്ട്. നമ്മൾ മീഡിയ വണ്ട ഫ്ലോറിൽ ഇരിക്കുമ്പോൾ ഇന്ത്യയുടെ ആകാശത്തിന്റെ ചുവട്ടിലാണ് ഇരിക്കുന്നത്. എത്രയാണ് ഇന്ത്യയുടെ ദാരിദ്ര്യ നിരക്കിന്റെ പ്രത്യേകത? ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് സമീപത്ത് പറഞ്ഞു ആകെ 115ൽ 107ാം സ്ഥാനത്തേക്ക്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പട്ടിണി മരണങ്ങൾ സംഭാവന ചെയ്യുന്ന ഒരു രാജ്യത്ത് ജീവിക്കുമ്പോഴാണ് ഒരാൾ പോലും ദരിദ്രനല്ലാത്ത ഒരു കേരളം സാധ്യമാകുന്നത്. കേരളത്തിന്റെ ആരോഗ്യ ബജറ്റ് എത്രയാണ്? 10,000 കോടിക്ക് മുകളിലാണ്. നീതി ആയോഗ് തന്നെയാണ്, നമ്മുടെ ഗവൺമെന്റ് ഏജൻസി അല്ല. യൂണിയൻ ഗവൺമെന്റ് ഏജൻസിയായ നീതി ആയോഗാണ് സമീപത്ത് പറഞ്ഞത് കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ കിലോമീറ്റർ വിസ്തൃതി ഏറ്റവും കുറഞ്ഞത് 1.25 കിലോമീറ്റർ ആണ്. എന്നാൽ ഇന്ത്യയിൽ ചെല്ലുമ്പോഴോ അത് 3.5 കിലോമീറ്റർ വരെ വ്യത്യാസം സംഭവിക്കുന്നു. അതായത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ കാര്യത്തിൽ മാത്രം കേരളം ഇന്ത്യക്ക് 3 കിലോമീറ്റർ മുമ്പിൽ സഞ്ചരിക്കുകയാണ്. സമീപത്താണ് നീതി ആയോഗ് ഇതേപോലെ പറഞ്ഞത് ശിശുമരണ നിരക്കിന്റെ കുറവ് 2040 ഇന്ത്യ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ശിശുമരണ നിരക്കിന്റെ കുറവ് 2020 കേരളത്തിലുണ്ട്. ഇന്ത്യക്ക് 20 വർഷം മുമ്പിൽ സഞ്ചരിക്കുകയാണ്. ഈ നേട്ടങ്ങളൊക്കെ സ്വായത്തമാക്കിയത് എങ്ങനെയാണ്? ഈ അടിസ്ഥാന മേഖലയിൽ സമഗ്രമായ പണം നമ്മൾ ചെലവഴിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ആ നേട്ടങ്ങളെ നിലനിർത്തിക്കൊണ്ട് പുതിയ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. ഇതാണ് ഇപ്പോൾ കേരളത്തിന് നേരിടേണ്ട വരുന്ന ഒരു പ്രതിസന്ധി. അവിടെ പെൻഷന്റെ കാര്യം മാത്രമല്ല, പെൻഷൻ ബോർഡ് കമ്പനി നമ്മൾ രൂപീകരിച്ചു. അങ്ങേക്ക് അറിവുള്ളതാണല്ലോ. ആ പെൻഷൻ ബോർഡ് കമ്പനി എല്ലാ മാസവും പെൻഷൻ മുടങ്ങാതെ കൊടുക്കാൻ വേണ്ടി രൂപീകരിച്ചതാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? അത് കേരളത്തിന്റെ കടമാക്കും എന്ന് പ്രഖ്യാപിക്കുന്നു. ഇന്ന് വന്ന ഒരു വാർത്തയുണ്ട്, അങ്ങ് നിർബന്ധമായി ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ദേശീയപാതയ്ക്ക് ഏറ്റവും കൂടുതൽ പണം ചിലവഴിച്ച ഇന്ത്യയിലെ 1ാമത്തെ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. മധ്യപ്രദേശും ഗുജറാത്തും ഒക്കെ 1 രൂപ പോലും ചെലവഴിക്കാത്ത ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് BJP ഗവൺമെന്റ് ഭരിക്കുന്ന പല സ്റ്റേറ്റും ഉള്ളത്. എന്തുകൊണ്ടാണ് 5670 കോടി രൂപ? ചെറിയ തുകയല്ലല്ലോ, നമ്മുടെ 6 മാസത്തെ പെൻഷന്റെ തുകയാണ്. ആ തുക എന്തുകൊണ്ടാണ് കേരളത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ NHAI തയ്യാറായത്? ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തോടുമില്ല. കേരളത്തിൽ ദേശീയപാത നടപ്പിലാക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന്, നമ്മളുടെ ഖജനാവിൽ നിന്ന്, നമ്മുടെ പോക്കറ്റിൽ നിന്ന് ചുരുങ്ങിയത് 5670 കോടി രൂപ വേണം. അത് പിടിച്ച് പറിച്ചാലേ ഇവിടെ ദേശീയപാത ഞങ്ങൾ നടപ്പിലാക്കൂ. ഈ സമീപനം സ്വീകരിക്കുകയാണ്. അവിടെയാണ് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തോടും സ്വീകരിക്കാത്ത, സമീകരിക്കാനാകാത്ത അങ്ങേയറ്റം കേരള വിരുദ്ധമായ സമീപനം കേരളത്തോട് മാത്രം സ്വീകരിക്കുന്നു. അവിടെയാണ് ഉണ്ടാക്കിയെടുത്ത, സൃഷ്ടിച്ചെടുത്ത ഈ പ്രതിസന്ധിയെ കേരളത്തിന് നേരിടേണ്ടതായി വരുന്നത്. ഈ 5000 കോടി രൂപ ദേശീയപാത വികസനത്തിന് വേണ്ടി കൊടുക്കും എന്ന് പറയുമ്പോൾ ഒരു പിടിച്ചുപറിയായി അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക് വിശേഷിപ്പിച്ചിരുന്നില്ല. ഇപ്പോഴാണ് നിങ്ങൾക്ക് അതൊരു പിടിച്ചുപറിയായത്. അത് അങ്ങോട്ട് ഞങ്ങൾ പറഞ്ഞു ചെയ്യിപ്പിച്ചു എന്നാണ് അന്ന് നിങ്ങൾ വിശദീകരിച്ചത്.
ഞാൻ പറയുന്നു, അങ്ങനെ ലളിത യുക്തി വെച്ചൊന്ന് പരിശോധിച്ച് നോക്ക്. ഇന്ത്യയിൽ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തിന് ഇതിങ്ങനെ ചെയ്യേണ്ടതായി വന്നിട്ടുണ്ടോ? നമ്മളത് അപ്രിയമായ ഒരു യാഥാർത്ഥ്യം എന്നതുപോലെ നമുക്ക് സ്വീകരിക്കേണ്ട വന്നതല്ലേ. കാരണം എന്താണ്? അല്ലെങ്കിൽ കേരളത്തിലെ സ്ഥലമേറ്റെടുപ്പിന് ദേശീയപാത അതോറിറ്റി പണം കൈമാറില്ല. 60-68,000 കോടി രൂപയുടെ വലിയ വികസന പ്രവർത്തനം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കെട്ടഴിച്ചു വിട്ടതുപോലെ ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വികസന പ്രവർത്തനം സംഭവിക്കാൻ കേരളത്തിന് 5,670 കോടി രൂപ കൊടുക്കേണ്ട വന്നു. അനിഷ്ടകരമായ ഒരു യാഥാർത്ഥ്യം എന്നതുപോലെ, അപ്രിയമായ ഒരു സത്യം എന്നതുപോലെ കേരളത്തിന് ചെയ്യേണ്ട വന്നതാണ്. 5,670 കോടി രൂപ കൊടുത്താലും ശരി, ഇത്ര വലിയൊരു വികസന പ്രവർത്തനം കേരളത്തിൽ നടക്കേണ്ടതുണ്ട്. കാരണം മറ്റൊരു ഇന്ത്യൻ സംസ്ഥാനത്തോടും സ്വീകരിക്കാത്ത ശത്രുതാപൂർണമായ സമീപനം കേരളത്തോട് സ്വീകരിക്കുന്നു. അതിന്റെ മുമ്പിൽ നമുക്ക് എന്താണ് മാർഗം? അങ്ങനെ സ്വീകരിക്കേണ്ട വന്നൊരു സമീപനമല്ലേ അത് അങ്ങേക്ക് പറയുള്ളതല്ലേ? ശരി ശരി, ഞാൻ മടങ്ങി വരാം. ശ്രീ യുവരാജ് ഗോകുൽ, കേരളം മാത്രമല്ല ഈ പ്രതിസന്ധി നേരിടുന്നത്. ഇപ്പോൾ 2022 റിസർവ് ബാങ്കിൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം 10ഓളം ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇങ്ങനെ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കാനാകാതെ, കൂടുതൽ കടമെടുത്തിട്ടുണ്ട് അവർ, വർദ്ധിപ്പിക്കാനാകാതെ അവർ ബുദ്ധിമുട്ടിലാണ്. അതിൽ ഉത്തർപ്രദേശുണ്ട്, മധ്യപ്രദേശുണ്ട്, പഞ്ചാബുണ്ട്, വെസ്റ്റ് ബംഗാളുണ്ട്, ആന്ധ്രാപ്രദേശുണ്ട്, ബീഹാറുണ്ട്, രാജസ്ഥാനുണ്ട്. പക്ഷേ ഈ സംസ്ഥാനങ്ങൾക്കൊക്കെയും ഈ പ്രശ്നങ്ങളുണ്ട്. ഇനി കടമെടുപ്പ് പരിധിയുടെ കേന്ദ്രത്തിൻ്റെ ഒരു മാനകം നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തം GDP-യുടെ 82% കേന്ദ്ര സർക്കാർ കടമെടുത്തിട്ടുള്ളത്. അവിടെ ഒരു ഡെറ്റ് സീലിങ്ങോ ഒരു കടമെടുപ്പ് പരിധിയോ ഇല്ല. ഇതൊക്കെ സംസ്ഥാന സർക്കാരുകൾ സഹിക്കണം. ഇതൊരു തരം പീഡനമല്ലേ? നോക്കൂ അജിംസെ, ഒന്നാമത്തെ കാര്യം, ലോകം ഒരു റിസഷൻ്റെ ഫ്രണ്ടിൽ ഫേസ് ചെയ്ത് നിൽക്കുകയാണ് എന്നുള്ളതാണ് മൊത്തത്തിൽ വേൾഡിലുള്ള എല്ലാ എക്കണോമിസ്റ്റുകളും ഒരുപോലെ പറയുന്നത്. പക്ഷെ അവരെല്ലാവരും ഒരുപോലെ തന്നെ പറയുന്നുണ്ട്, ഇന്ത്യയാണ് ലോകത്തിലുള്ള എക്കണോമിക് രംഗത്തുള്ള ഒരു ബ്രൈറ്റ് സ്പോട്ട് എന്നുള്ളത്. റിസഷൻ തീരെ ബാധിക്കാത്ത ഒരു രാജ്യം വരുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ ആയിരിക്കുമെന്ന് എല്ലാ എക്കണോമിസ്റ്റുകളും, വേൾഡ് ബാങ്ക് ഉൾപ്പെടെ IMF ഉൾപ്പെടെ എല്ലാവരും തന്നെ അത് പറയുന്നുമുണ്ട്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ രാജ്യം പാലിച്ചു പോരുന്ന ഒരു ഇക്കണോമിക് ഡിസിപ്ലിനാണ്. സാമ്പത്തികമായ ഒരു അച്ചടക്കം നമ്മുടെ രാജ്യത്തിന് പാലിച്ചു പോകാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് സംസ്ഥാനങ്ങൾ മാത്രം ഇത്തരത്തിൽ കടമെടുക്കുകയും തീരെ സാമ്പത്തിക അച്ചടക്കമില്ലാതെ ചെലവാക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അജിംസ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ മൊത്തം കടം എന്ന് പറയുന്നത് ഇത്ര ശതമാനമായി വരുമ്പോൾ അത് കേന്ദ്ര സർക്കാർ നേരിട്ടെടുക്കുന്നതല്ലല്ലോ. ഈ സംസ്ഥാനങ്ങൾക്ക് ഉൾപ്പെടെ എടുക്കുന്ന കടങ്ങളാണ് കേന്ദ്രത്തിൻ്റെ കൂടെ അക്കൗണ്ടിലേക്ക് കയറി വരുന്നത്. അപ്പോൾ അത്തരത്തിൽ കയറി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കടമെടുപ്പിൽ അത്തരത്തിലുള്ള പരിധികൾ നിശ്ചയിക്കേണ്ടി വരുന്നത് രാജ്യത്തിൻ്റെ സുസ്ഥിരമായ ഡെവലപ്മെൻറ്റിനും സുസ്ഥിരമായ അവസ്ഥയ്ക്കും വളരെയധികം സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് കേരളത്തോട് മാത്രം ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. കേന്ദ്രം ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളോടും ഒരുപോലെ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഇത്ര ശതമാനത്തിൻ്റെ അകത്ത് സംസ്ഥാന GSDP-യുടെ CGSDP-യുടെ ഇത്ര പെർസെൻറ്റേജിനകത്ത് 3% മാത്രം കടമെടുക്കുക. 50% അല്ല 0.5% വേറെ ചില മാനദണ്ഡങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. അതുകൂടി പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൂടി എടുക്കാം എന്നുള്ള തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളോടും ഒരുപോലെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കേരളത്തിനെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള ശ്രമമാണ് എന്നൊക്കെ പറയുന്നത് തീർത്തും ബാലിശമായിട്ടുള്ള ശ്രമമാണ്. കേരളത്തിനേക്കാൾ കൂടുതൽ ഈ വിഷയങ്ങളിൽ, ഇപ്പോൾ കിഫ്ബി പോലുള്ള വിഷയങ്ങളിൽ, കേരളം ഓഫ് ബഡ്ജറ്റിംഗ് ബോറോയിങ് നടത്തുന്ന അത്തരം വിഷയങ്ങളിൽ കൂടുതൽ ബാധിച്ചിരിക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഉത്തർപ്രദേശിനെയാണ്. കേരളത്തിനേക്കാൾ കൂടുതൽ ഉത്തർപ്രദേശിനെ ആ വിഷയങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശ് ഭരിക്കുന്നത് BJP തന്നെയാണല്ലോ, മറ്റാരും അല്ലല്ലോ. അപ്പോൾ മറ്റ് ഒരുപാട് സംസ്ഥാനങ്ങളെ അത് ആ വിഷയങ്ങളിൽ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ധനകാര്യ കമ്മീഷൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് റിസോഴ്സസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിൽ അവർ സ്വീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ ഒരു പർട്ടിക്കുലർ ഫോർമുലയുടെ ബേസിസ് ചെയ്തുകൊണ്ടാണ്. ശരിയാണ്, നമുക്ക് ചിലപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് നമുക്ക് എതിരഭിപ്രായങ്ങൾ ഉണ്ടാകാം. കേരളത്തിന് മാത്രമല്ല, ഈ പറയുന്ന പോലെ മലപ്പുറം മധ്യപ്രദേശിന് എതിരഭിപ്രായം ഉണ്ടാകാം, തമിഴ്നാടിന് അഭിപ്രായം ഉണ്ടാകാം, കർണാടകത്തിന് എതിരഭിപ്രായം ഉണ്ടാകാം, ഗുജറാത്തിന് എതിരഭിപ്രായം ഉണ്ടാകാം, പലർക്കും എതിരഭിപ്രായങ്ങൾ ഉണ്ടാകും. ഒരു നിമിഷം, ആ എതിരഭിപ്രായം എങ്ങനെയാണ്? അതായത് ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കൊടുക്കുന്നതിൽ, അല്ലെങ്കിൽ ഈ ടാക്സ് വിതരണം ചെയ്യുന്നതിൽ, നികുതി വിതരണം ചെയ്യുന്നതിലെ ഒരു പ്രധാനപ്പെട്ട ബെഞ്ച് മാർക്ക് ജനസംഖ്യാ നിയന്ത്രണം വിജയകരമായി നടപ്പാക്കുന്നു എന്നുള്ളതാണ്. അതായത് ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനങ്ങൾക്ക്, ജനസംഖ്യ വളർച്ച കുറഞ്ഞ സംസ്ഥാനങ്ങൾക്ക് കുറഞ്ഞ നികുതി, എത്രയും ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ നികുതി. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പോളിസിയാണ് ജനസംഖ്യാ നിയന്ത്രണം എന്നിരിക്കെ അത് വിജയകരമായി പൂർത്തീകരിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, കേരളം ഉൾപ്പെടെയുള്ളവയ്ക്ക് എന്നാൽ നിങ്ങൾക്ക് കുറച്ച് നികുതി മതി എന്ന് തീരുമാനിക്കുന്നതിൽ അനീതിയുണ്ട്.
അല്ല, അത് അനീതി എന്ന് പറയാൻ പറ്റില്ല ജിംസെ. അതിൻ്റെ അകത്ത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനസംഖ്യ വർദ്ധിച്ചു എന്നുള്ള കാര്യം യാഥാർത്ഥ്യം തന്നെയാണ് പല മേഖലകളിലും. അത് നമുക്ക് ഒരു സെക്ഷൻ ബൈ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് അതിനകത്ത് മറ്റൊരു തലത്തിലേക്ക് പോകും. അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നിരുന്നാലും ഈ പറയുന്ന ജനങ്ങൾ ഇപ്പോൾ ജനസംഖ്യ വർദ്ധിച്ചു പോയി എന്നുള്ളത് കൊണ്ട് ആ ജനങ്ങളെ മുഴുവൻ നമുക്ക് പട്ടിണിക്കിട്ട് കൊല്ലാൻ കഴിയുമോ? അവിടുത്തെ സൂചികകൾ ഉയരാതെ നിന്ന് കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ മൊത്തം സൂചിക ഉയരാതെ ഒരു പർട്ടിക്കുലർ ലെവലിന് മുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് എന്തെങ്കിലും സാധിക്കുമോ? ഏതെങ്കിലും കുറച്ച് സ്ഥലത്ത് കുറച്ച് ആൾക്കാർ കൂടുതലുണ്ട് എന്നുള്ളത് കൊണ്ട് അവിടേക്ക് നമുക്ക് വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാതിരിക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. സ്വാഭാവികമായിട്ടും നമുക്ക് അവിടേക്കൊക്കെ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുകയും ആ ജനങ്ങളെ മുഴുവൻ നമ്മൾ ഫെയർ ട്രീറ്റ്മെൻറ്റ്, എല്ലാവർക്കും ഈക്വൽ ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൊടുത്തല്ലേ പറ്റുള്ളൂ. കമ്മ്യൂണിസ്റ്റുകാർ തന്നെ പറയുന്നത് സമത്വത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെന്നാണല്ലോ അവർ പറയുന്നത്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അസമത്വം നീക്കുക എന്നൊക്കെയാണല്ലോ അവർ പറയുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളിലേക്ക് മാത്രം വരുമ്പോൾ അവർക്ക് എന്താ സമത്വവും അസമത്വവും ഒന്നും സമത്വം വേണ്ടേ? അസമത്വം തുടച്ചു നീക്കേണ്ട സാഹചര്യങ്ങളൊന്നും അപ്പോൾ അതിനെ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് കൂടെ കാണുന്നതിന് പരസ്പര ബന്ധിതമാണ്. ഒരു വശത്ത് നികുതി വിഹിതം അർഹമായത് ലഭിക്കുന്നില്ല, അതുകൊണ്ടാണ് കടമെടുക്കേണ്ടി വരുന്നത്. കടമെടുക്കാൻ ശ്രമിക്കുമ്പോൾ കടമെടുപ്പ് പരിധി ഉയർത്തുന്നു. അതൊരു പ്രശ്നം തന്നെയാണ്. അജിംസെ അല്ല, അത് പ്രശ്നമാകുന്നതെന്ന് പറയുമ്പോൾ ഞാൻ അതിനകത്ത് വ്യക്തമായിട്ട് ഞാൻ പറയാം. അതിൻ്റെ അകത്ത് എങ്ങനെയാണ് അത് പ്രശ്നമായിട്ട് വരുന്നത്? ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ തന്നെയല്ലേ ഈ പറയുന്ന റിസോഴ്സിൽ നിന്നുള്ള അത് മാത്രവുമല്ല, ഇത് കേന്ദ്ര GST നിന്നുള്ള വിഹിതമല്ലേ വരുന്നുള്ളൂ. സംസ്ഥാന GST വിഹിതം സംസ്ഥാനത്തിന് അതുപോലെ കൊടുക്കുന്നത്. ഇത് കേന്ദ്ര GSTയിലേക്ക് നമുക്ക് അർഹതപ്പെട്ടതാണ്, അല്ലാതെ കേന്ദ്രം നമുക്ക് ഔദാര്യമായി തരുന്നതല്ല. നമ്മൾ കൊടുക്കുന്ന നികുതിയിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട വിഹിതമാണ്. അവിടെ പ്രശ്നം ഇത് നമുക്ക് അർഹതപ്പെട്ടത് ലഭിച്ചില്ലെങ്കിൽ കടമെടുക്കാനെങ്കിലും അനുവദിക്കണം. കേന്ദ്ര സർക്കാരിന് ഇഷ്ടംപോലെ അത് സംസ്ഥാനങ്ങൾക്ക് പാടില്ല എന്ന് പറയുമ്പോഴാണ് പ്രശ്നം. കേന്ദ്ര സർക്കാർ ഇഷ്ടം പോലെ എവിടെയാണ് കടമെടുത്തിരിക്കുന്നത്? കേന്ദ്ര സർക്കാരിൻ്റെ മൊത്തം GDPയുടെ എത്ര % വിദേശ കടമുള്ളത് ഒന്ന് പറയാമോ? കേന്ദ്ര സർക്കാരിൻ്റെ മൊത്തം GDPയുടെ എത്ര % കടമുള്ളത്? അത് ജപ്പാനുമായിട്ടും അമേരിക്കയുമായിട്ടൊക്കെ തട്ടിച്ചു നോക്കുമ്പോൾ എത്രയോ തുലവും കുറവിലാണ് കേന്ദ്ര സർക്കാർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയല്ലേ സാമ്പത്തിക സ്ഥിരത അതാണ് ഞാൻ ജിംസെ നേരത്തെ പറഞ്ഞത്. ആ പൊതുകടം മുഴുവൻ രാജ്യത്തിൻ്റെ പൊതുകടം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾ എടുക്കുന്ന കടം കൂടി ചേർത്തിട്ടല്ലേ വരുന്നത്, അല്ലാണ്ട് കേന്ദ്ര സർക്കാർ മാത്രം പോയി എടുക്കുന്ന കടമല്ലല്ലോ. അപ്പോൾ ആ കടം ഉയരാതെ നോക്കുക എന്ന് പറയുന്ന ബാധ്യത കേന്ദ്ര സർക്കാരിനില്ലേ? അപ്പോൾ കേന്ദ്ര സർക്കാരിന് സാമ്പത്തിക അച്ചടക്കം പാലിക്കാതെയുള്ള കാര്യങ്ങളിലേക്ക് പോകണമെന്നാണോ എല്ലാവരും കൂടി പറഞ്ഞു വരുന്നത്? അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലേക്കൊന്നും ആ തരത്തിലൊന്നും നമുക്ക് പോകാൻ സാധിക്കില്ല. പിന്നെ ഇവിടെ പെൻഷൻ കൊടുക്കാതെ കേന്ദ്ര സർക്കാർ ശ്വാസം മുട്ടിക്കുന്നു. പിന്നെന്താണ് പിടിച്ചു പറിച്ചു അല്ലെ, ഹൈവേ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് മാത്രം പിടിച്ചു പറിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. നോക്കൂ, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ സാമൂഹിക ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്രോളിനും ഡീസലിനും സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംസ്ഥാനം കേരളം മാത്രമാണ്. എന്നിട്ടും ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടെന്നുണ്ടെങ്കിൽ അത് ആരുടെ കുഴപ്പമാണ്? ഈ 1600 രൂപയിൽ 200 രൂപയാണല്ലോ കേന്ദ്രത്തിൻ്റെ വിഹിതം എന്ന് പറയുന്നത്. ഈ 200 രൂപ കിട്ടാത്തത് കൊണ്ടാണോ നിങ്ങൾ സാമൂഹിക ക്ഷേമ പെൻഷൻ കൊടുക്കാത്തത്? അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം പാർലമെന്റിൽ അവതരിപ്പിക്കുന്നേ, മീഡിയ 1 ചാനലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിൻ്റെ ഫ്ലോറിലോ വന്നിട്ടല്ലല്ലോ ഞങ്ങൾക്ക് കേന്ദ്രം പൈസ തരുന്നില്ല എന്ന് അവതരിപ്പിക്കേണ്ടത്. പാർലമെന്റിൽ പോയി അവതരിപ്പിക്കാമല്ലോ. അവിടെ MP മാരുണ്ടല്ലോ, ഇടതുപക്ഷത്തിന് MP മാരുണ്ട്, കോൺഗ്രസിന് MP മാരുണ്ട്. കൃത്യമായിട്ട് അവതരിപ്പിക്കാമല്ലോ. എന്തെങ്കിലും കിട്ടാനുള്ളത് മനഃപൂർവ്വം തടഞ്ഞു വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ കൊടുത്തു എന്ന് നുണ പറയുകയാണെന്നുണ്ടെങ്കിൽ അവകാശ ലംഘനത്തിന് അവിടെ നോട്ടീസ് മൂവ് ചെയ്യാമല്ലോ. അല്ലെങ്കിൽ കേരളം ധവളപത്രം ഇറക്കുന്നേ, ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഇതാണ്, കേന്ദ്രം ഞങ്ങളെ ഇത്ര രൂപ തരാനുണ്ട്, തരാതെ പിടിച്ചു വെച്ച് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് സാമ്പത്തിക ഒരു ധവളപത്രം ഇറക്കുന്നേ, പ്രശ്നം തീർന്നില്ലേ? പിന്നെ ഹൈവേയുടെ കാര്യം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ജിംസ്. ഹൈവേയുടെ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്, ജയിക്ക് പറയുന്നുണ്ട്, കേരളത്തിൽ നിന്ന് കേന്ദ്രം പിടിച്ചു പറിച്ചു, കേരളത്തിൽ മാത്രമാണ് വിഷയമെന്നുള്ള കാര്യം. അങ്ങനെയൊന്നുമല്ല. ഹരിയാന 3000-ലധികം കോടി രൂപ കൊടുത്തിട്ടുണ്ട്. UP 2000-ലധികം കോടി രൂപ കൊടുത്തിട്ടുണ്ട്. കർണാടകയും എനിക്ക് തോന്നുന്നു 20-30% എന്തോ കർണാടകയും ബിയറിയേണ്ടി വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഇതുപോലെ തന്നെ ഹൈവേ നിർമ്മാണത്തിന് വേണ്ടിയിട്ട്, സ്ഥലമെടുപ്പിന് വേണ്ടിയിട്ട് കാശ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ സ്ഥിതിയിൽ കേരളത്തിന് കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇവിടെ റിയൽ എസ്റ്റേറ്റ് മേഖല കുഴച്ചു മറിച്ചിട്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണിത്. സാമ്പത്തികമായിട്ടുള്ള ഈ പറയുന്ന ഡിസിപ്ലിൻ ഇല്ലാതെ വരുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നായിരുന്നു അത്. റിയൽ എസ്റ്റേറ്റ് ഭൂമിയുടെ വില കൂടിയത് യുവരാജ് ഗോകുൽ, ഭൂമിയുടെ വില കൂടുതലാണ് കേരളത്തിൽ. തീർച്ചയായിട്ടും കേരളത്തിലെ ഭൂമിയിൽ
അല്ല, പ്രശ്നമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമി വില ഇങ്ങനെ കയറ്റിക്കൊണ്ട് വരുന്നതിൽ റിയൽ എസ്റ്റേറ്റ് മേഖല വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു മോശം കാര്യമാണോ യുവരാജ് ഗോകുൽ? രഹസ്യമായ റിയൽ എസ്റ്റേറ്റ് മേഖല എന്ന് പറയുന്നത് ഒരു മോശം കാര്യമൊന്നുമല്ലല്ലോ. കേരളത്തിലെ ഭൂമി എന്ന് പറയുന്നത് പരിമിതമായ വിഭവമാണ്, ഭൂലഭ്യത കുറവാണ്, സ്വാഭാവികമായും ഭൂമിയുടെ വില കൂടും. മോശം കാര്യം എന്നല്ല പറയുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഇടയിൽ കൂടി റിയൽ എസ്റ്റേറ്റ് മാഫിയ വളരെ കൃത്യമായിട്ടും ഇതിൻ്റെ അകത്ത് ആസൂത്രിതമായി തന്നെ ഭൂമി വില വർദ്ധിപ്പിക്കുന്ന തലത്തിലുള്ള പല നടപടികളും ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്. അനുഭവസ്ഥരായിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഞാൻ പറയട്ടെ അജിംസ്, അതല്ലല്ലോ, ഇവിടെ ഭൂമി വില വളരെ കൂടുതലായതുകൊണ്ട് തന്നെ സ്ഥലം ഏറ്റെടുപ്പിന് കാശ് കൂടുതൽ വേണ്ടി വരും. അതുകൊണ്ട് മാത്രമാണ് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പൈസ കൂടുതൽ കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ ഇത് മനഃപൂർവ്വമായിട്ട് ആരുടെ നിന്നെങ്കിലും പിടിച്ചു പറിക്കുവാൻ വേണ്ടിയിട്ടല്ല. BJP ഭരിക്കുന്ന സംസ്ഥാനം തന്നെയല്ലേ ഹരിയാന സർക്കാർ. 3000-ലധികം കോടി രൂപ ഹരിയാന സർക്കാരിന് കൊടുക്കേണ്ടി വന്നില്ലേ അവിടെ ഹൈവേ വികസനത്തിന് വേണ്ടിയിട്ട്? BJP സർക്കാർ തന്നെയല്ലേ UP ഭരിക്കുന്നത്. UP സർക്കാർ 2000 കോടി രൂപയിലധികം കൊടുക്കേണ്ടി വന്നില്ലേ? അവരാരെങ്കിലും പറയുന്നുണ്ടോ ഞങ്ങളിൽ നിന്ന് പിടിച്ചു പറിച്ചു, ഞങ്ങളെ രാഷ്ട്രീയമായി ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമമാണ് എന്നൊക്കെ പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ കേരളത്തിലേക്ക് മാത്രം നമ്മൾ എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തുക കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിനെങ്ങനെയാണ് പിടിച്ചുപറി എന്ന് പറയുന്നത്? ശരി, ഈ ടാക്സ് കൊടുക്കുന്നതാരാ? വ്യക്തികളാണ്. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഭരിക്കുന്ന സർക്കാരിനാണ്. ആ സംസ്ഥാന സർക്കാരുണ്ട്, കേന്ദ്ര സർക്കാരുണ്ട്, രണ്ടുപേർക്കും കൂടിയായിട്ടാണല്ലോ നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. സംസ്ഥാന GSTയും കൊടുക്കുന്നുണ്ട്, കേന്ദ്ര GSTയും കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നല്ലൊരു ഹൈവേ വേണ്ടി വരണം എന്നുള്ളത് ഈ ടാക്സ് കൊടുക്കുന്ന ഓരോ പൗരന്റെ അവകാശമാണ്. അപ്പോൾ ആ പൗരന്റെ അവകാശത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ പൈസ കൊടുക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ നിന്നെടുത്ത് കൊടുക്കുന്ന പൈസയൊന്നും അല്ലല്ലോ, ജനങ്ങളുടെ കാശ് തന്നല്ലേ. അത് ജനങ്ങളുടെ ആവശ്യത്തിന് ചെലവഴിക്കുവാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ. അതിനെന്തിനാണ് ഈ പിടിച്ചുപറി എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. രാഷ്ട്രീയമായി നിലനിൽപ്പിന് അപകടം പറ്റുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാപ്പരാക്കി കേരള സർക്കാരിനെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ട്രഷറിയെ മാറ്റുന്ന തലത്തിലുള്ള കുത്തഴിഞ്ഞ ഭരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൂർത്തിന് മേല് ദൂർത്ത്, ക്ലിഫ് ഹൗസിനകത്ത് തൊഴുത്തിനകത്ത് ചാണകക്കുഴി, ഇതിനെല്ലാത്തിനും കൂടെ തന്നെ 3.5 ലക്ഷം, 40 ലക്ഷം, 25 ലക്ഷത്തിൻ്റെ ലിഫ്റ്റ്, സ്വിമ്മിംഗ് പൂള്, ഇങ്ങനെ ദൂർത്തിന് മേല് ദൂർത്തായിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആരുടെയെങ്കിലുമൊക്കെ മേലിൽ പഴിചാരിയല്ലേ മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. കേരളത്തിൽ ദാരിദ്ര്യം ഇല്ല എന്നാണ് പറയുന്നത്. ദാരിദ്ര്യം ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഉച്ചക്കഞ്ഞി കൊടുക്കുന്നത് സ്കൂളുകളിൽ? എനിക്ക് മനസ്സിലാകുന്നില്ല. ദാരിദ്ര്യം ഇല്ലാത്തൊരു നാട്ടിൽ നമ്മൾ എന്തിനാണ് ഉച്ചക്കഞ്ഞി കൊടുക്കേണ്ടി വരുന്നത്? ദാരിദ്ര്യമില്ലാത്തൊരു നാട്ടിൽ നമ്മൾ എന്തിനാണ് വയോജനങ്ങൾക്ക് 1600 രൂപ പെൻഷൻ കൊടുക്കേണ്ടി വരുന്നത്? ആ പെൻഷൻ കിട്ടാത്ത സമയത്ത് എന്തിനാണ് ഈ പറയുന്ന വയോജനങ്ങൾ പിച്ചച്ചട്ടിയും എടുത്ത് റോഡിലിറങ്ങി തെണ്ടേണ്ടി വരുന്നത്? അപ്പോൾ സാമൂഹികമായ സാഹചര്യങ്ങളുടെ നേർക്കാഴ്ച എന്ന് പറയുന്നത്, ഗ്രൗണ്ടിലെ കാഴ്ച എന്ന് പറയുന്നത് തീർത്തും വ്യത്യസ്തമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആപേക്ഷികമായ ദാരിദ്ര്യം കുറവാണ് എന്നുള്ളതാണ്. കേവല ദാരിദ്ര്യം ഇല്ലാത്തൊരു സംസ്ഥാനമാണെന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരല്ല, നീതി ആയോഗാണ്. കേവല ദാരിദ്ര്യം ഇല്ല കേരളത്തിൽ. നിങ്ങൾ പറയുന്നത് പെൻഷൻ ലഭിക്കാതെ ആരെങ്കിലും പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുള്ള ശരി, ദാരിദ്ര്യമില്ലെങ്കിൽ എന്തിനാണ് 1600 രൂപ കൊടുക്കുന്നത് എന്ന ചോദ്യം തന്നെ പ്രസക്തമല്ലേ? അല്ല, ദാരിദ്ര്യമില്ല എന്ന് അല്ല ഞാൻ പറയുന്നത്. 1600 രൂപ കിട്ടാത്ത ആൾക്ക് 1600 രൂപ കിട്ടാതാകുമ്പോൾ എനിക്ക് മരുന്ന് വാങ്ങാൻ കാശില്ല, അരി വാങ്ങാൻ കാശില്ല, ഭക്ഷണം വാങ്ങാൻ കാശില്ല എന്ന് പറഞ്ഞ് ആൾക്കാർ പുറത്തിറങ്ങി പിച്ചച്ചട്ടി എടുക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ദാരിദ്ര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ദാരിദ്ര്യം കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ അത്തരം മേഖലകളിൽ ഭാഗ്യവശാൽ മുമ്പിൽ തന്നെയാണ്. അല്ല എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. കേരളത്തിലെ ജനങ്ങളെ വില കുറച്ച് കാണുവാനോ അല്ലെങ്കിൽ അവരെല്ലാവരും വലിയ കൊടിയ ദാരിദ്ര്യത്തിലാണെന്ന് പറയാനോ ഒന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടും മറ്റ് പുറം രാജ്യങ്ങളിൽ പോയി പണിയെടുത്തുമൊക്കെ നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്ന മലയാളികളാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുമുള്ളത്. അത് പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാന സർക്കാരുകൾ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തതുകൊണ്ട് ഉണ്ടായതൊന്നുമല്ല. മലയാളികളുടെ സ്വതസിദ്ധമായ അധ്വാനശീലം കൊണ്ടും സ്വതസിദ്ധമായ ബുദ്ധി കൊണ്ടും അവർ നേടിയെടുത്തിട്ടുള്ള അവരുടെ ഒരു ജീവിത നിലവാരമാണത്. ഇതിൻ്റെ മുഴുവൻ പുറത്തു കയറി ഇരുന്നു കൊണ്ട് ദൂർത്ത് നടത്തി സംസ്ഥാന സർക്കാരിനെ അല്ലെങ്കിൽ കേരളത്തിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാമായിരുന്ന സാഹചര്യങ്ങളെ മുഴുവൻ നശിപ്പിച്ചതിന് ശേഷം വന്നിരുന്ന് കേന്ദ്രം നമ്മളെ പിടിച്ചു പറിക്കുകയാണ്, അതുകൊണ്ടാണ് നമുക്കിവിടെ ഒന്നും നടക്കാത്തതെന്നൊക്കെ പറയുന്നത് തീർത്തും ബാലിശവും രാഷ്ട്രീയപരവുമായ വാദങ്ങൾ മാത്രമാണ്. ഇതിലൊന്നും പ്രത്യേകിച്ച് കഴമ്പൊന്നുമില്ല. ശരി, എന്തായാലും യുവരാജ് ഗോകുൽ പറഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളും ഹൈവേ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി പണം നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ സ്രോതസ്, വിവരത്തിൻ്റെ സ്രോതസ് അങ്ങ് പറഞ്ഞില്ല. പാർലമെന്റിൽ നിതിൻ ഗഡ്കരി കൊടുത്ത മറുപടി പ്രകാരം കേരളം മാത്രമാണ് ഈ 5000 കോടി ഭൂമി ഏറ്റെടുക്കലിന് കൊടുത്തിട്ടുള്ളത്. ബാക്കി എല്ലായിടത്തും നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ് ഭൂമി ഏറ്റെടുക്കൽ നടത്തിയിട്ടുള്ളതെന്നാണ് 2022 വരെയുള്ള വിവരം. അതിനുശേഷം പണം നൽകിയിട്ടുള്ള കാര്യത്തിൽ എനിക്ക് കൃത്യതയില്ല. KP നൗഷാദ് അലി,
സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ആവശ്യം ഈ 5000 കോടി ഹൈവേ വികസനത്തിന് കൊടുത്തത് അതൊരു സൗമനസ്യം മാത്രമല്ല, പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടക്കുന്ന ഹൈവേ വികസനം എളുപ്പത്തിൽ നടപ്പാക്കുക എന്ന സംസ്ഥാന സർക്കാരിൻ്റെ തീർപ്പ് അവരുടെ ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ്. അല്ലാതെ അത് ജയിക്ക് പറയുന്നത് പിടിച്ചു പറിച്ചു വാങ്ങി എന്നുള്ളൊരു പ്രയോഗം എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ സൗമനസ്യത്തോടെ ആ വികസന പദ്ധതിക്ക് വേണ്ടി സഹകരിച്ച സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത് ആ 5000 കോടി രൂപയെങ്കിലും കടമെടുക്കാൻ അനുവദിക്കണമെന്നാണ്. ഇതൊരു ന്യായമായ ആവശ്യമല്ലേ? അജിംഷേ, ഞാനിവിടെ നേരത്തെ CPM-ന്റെ സ്നേഹിതൻ ഈ സർക്കാരിന്റെ സാമ്പത്തിക രംഗത്തെ നേട്ടങ്ങളെ കുറിച്ചൊക്കെ ഉപന്യസിച്ചത് കേട്ടപ്പോൾ എനിക്ക് വലിയ ചിരിയാണ് വന്നത്. കാരണം 2016 പിണറായി വിജയൻ അധികാരത്തിലേറുമ്പോൾ ഈ സർക്കാരിന്റെ കേരളത്തിന്റെ പൊതുകടം എന്നത് 2 ലക്ഷം കോടിക്കടുത്ത് മാത്രമായിരുന്നു. എന്നാൽ ഇന്നത് 4.5 ലക്ഷം കോടി പിന്നിട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 6-7 വർഷം കൊണ്ട് പിണറായി വിജയൻ കേരളത്തിന് സമ്മാനിച്ച ഏറ്റവും വലിയൊരു ഭരണ നേട്ടമായിട്ട് നമുക്കതിനെ വിലയിരുത്താം. മറ്റൊരു കാര്യം, കേരളത്തിന്റെ ഈ GSDP-യും പൊതുകടവും തമ്മിലുള്ള റേഷ്യോ ഭയാനകമാം വിധം 39% എത്തി നിൽക്കുന്നത്. അത് ഇന്ത്യൻ സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം അത്യപൂർവമാണ്. പഞ്ചാബോ അരുണാചൽ പ്രദേശോ പോലുള്ള ചില സംസ്ഥാനങ്ങൾ മാത്രമാണ് കേരളത്തിനോടൊപ്പം അത്തരത്തിലുള്ളൊരു ഡേഞ്ചർ സോണിലുള്ളത്. അത് 27% താഴെ നിർത്തുന്നതാണ് അഭികാമ്യം എന്നുള്ളതാണ് എല്ലാ കണക്കുകളും പറയുന്നത്. അത് 39% എത്തിച്ചവരാണ് ഇവിടെ സാമ്പത്തികമായി ഭേദപ്പെട്ട നിലയിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള അവകാശവാദം ഇവിടെ പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ അജിംസ, ഈ നാട്ടിലെ ആരോഗ്യരംഗമാവട്ടെ, പ്രാഥമിക വിദ്യാഭ്യാസ രംഗമാവട്ടെ, സാമൂഹിക സുരക്ഷാ മേഖലയിലെ മുന്നേറ്റങ്ങളാവട്ടെ, ഇതൊക്കെ കേരള സംസ്ഥാനം രൂപീകൃതമാവുന്നതിന് മുമ്പ് ട്രാവൻകൂർ സ്റ്റേറ്റിന്റെ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന മുന്നേറ്റങ്ങളാണ്. അത് ആനുപാതികമായി മാറി മാറി വന്ന സംസ്ഥാന സർക്കാരുകൾ ആ ബാറ്റൺ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് സത്യം. ഇനി കേരളം ഈ രംഗത്ത് മുന്നേറിയിട്ടുണ്ടെങ്കിൽ അത് കേരളം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച കോൺഗ്രസ് മുന്നണികളുടെ നേട്ടമായിട്ട് വേണമെങ്കിൽ വിലയിരുത്താം. ഞാൻ അതിലേക്ക് രാഷ്ട്രീയം കടത്താൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അതൊക്കെ വെച്ചിട്ട് കേരളത്തിന്റെ മികവ് പിണറായി വിജയന്റെ മികവാണ് എന്നൊക്കെ ധ്വനിപ്പിക്കുന്നത് എത്രമാത്രം പരിഹാസ്യമാണ് എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇവിടെ ഈ മികവ് ഉള്ളതോടൊപ്പം തന്നെ ഈ സാമൂഹിക സുരക്ഷാ മേഖലകളിൽ കേരളം മുന്നേറിയത് കൊണ്ട് തന്നെ കേരളത്തിന് ചെലവ് കൂടുതലാണ് എന്നാണ് പറഞ്ഞത്. ഇവിടെ സാമൂഹ്യ സുരക്ഷാ മേഖലയിൽ കേരളം മുൻകാലങ്ങളിൽ എന്താ മുന്നേറിയിട്ടില്ല? എന്താ ഇപ്പൊ മാത്രമാണോ മുന്നേറിയത്? അജിംസ, ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. എല്ലാ കാലത്തും കേരളത്തിന് വലിയൊരു മുൻതൂക്കം ആ രംഗങ്ങളിലൊക്കെയുണ്ട്. അത് ആനുപാതികമായിട്ട് ആ രംഗത്തുള്ള മുന്നേറ്റം കേരളം നിലനിർത്തി പോകുന്നു എന്നുള്ളതിന്റെ അപ്പുറത്തെന്താ? ഇവിടെ ഉച്ചക്കഞ്ഞി കൊടുക്കാൻ പൈസയുണ്ടോ? ഹെഡ്മാസ്റ്റർമാർ വണ്ടിച്ചക്ക് കേസിലെ പ്രതിയാണ്. ഇവിടെ KSRTCയിൽ ശമ്പളം കൊടുക്കാൻ പണമുണ്ടോ? എത്ര മാസമായിട്ട് ശമ്പളവും പെൻഷനും മുടങ്ങിക്കിടക്കുന്നു? എന്തിനാണ് ഇവിടെ പിന്നെ പോലീസുകാരുടെ ജീപ്പിനടിച്ച ഡീസലിന്റെ കാശ് കൊടുക്കാൻ വകയില്ല? കേരള ഹൗസിൽ ചായയിലൊഴിക്കാൻ പാല് വാങ്ങാൻ പണമില്ല. ഇത്തരത്തിൽ നാണം കെട്ട ഗതികെട്ട കണക്കുകൾ മാത്രമാണ് കേരളത്തിലുള്ളത്. ഇവിടെ ഒരു ലൈഫ് എന്ന് പറഞ്ഞ ഭവന പദ്ധതിയുണ്ട്. കേന്ദ്രത്തിന്റെ വിഹിതമൊക്കെ അവർ കൊടുത്തിട്ടും ഈ സംസ്ഥാനത്തിന് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ? ഗുണഭോക്താക്കളിലെ കേവലം 10% താഴെ മാത്രമാണ് അവർക്ക് ഗഡുക്കള് മേടിച്ച ആളുകളായിട്ട് അവശേഷിക്കുന്നുള്ളൂ. ഇത്തരത്തിൽ സമ്പൂർണമായിട്ട് ഈ സംസ്ഥാനത്തെ സാമ്പത്തികമായി പിച്ചിച്ചീന്തിയ ഒരു സർക്കാർ ഇവിടെ 10-28 കോടി രൂപ മുടക്കി അവർ കേരളീയം നടത്തുന്നു. ഇവിടെ നാടൊട്ടുക്ക് പാർട്ടി പരിപാടി സർക്കാരിന്റെ ചെലവിൽ നവകേരള യാത്ര എന്ന പേരിൽ നടത്തുന്നു. നാട്ടിലുള്ള പ്രാഞ്ചിയേട്ടന്മാരെയൊക്കെ പന്നിയും കോഴിയും ആടും പോത്തും ഒക്കെ വെട്ടിവിളമ്പി ഇവർ പ്രാർത്ഥന നടത്തുന്നു. ആരുടെ പണം കൊണ്ട്? AKG സെന്ററിൽ നിന്ന് കൊണ്ടുവന്ന പണമാണോ? ഈ നാട്ടിലെ ഇത്തരത്തിലുള്ള സാമ്പത്തിക ദുരവസ്ഥയിൽ എരിപൊരി കൊള്ളുമ്പോഴാണ് അവർ ഈ തെമ്മാടിത്തം ഈ നാട്ടിൽ നടത്തുന്നത്. ഈ ട്രഷറിയിൽ നിങ്ങൾ 1 ലക്ഷം രൂപക്ക് മുകളിലുള്ള ഏതെങ്കിലും ചെക്ക് പാസ്സാവുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ നാട്ടിൽ പദ്ധതി വിഹിതം ത്രിതല പഞ്ചായത്തുകളിൽ എവിടെയെങ്കിലും വിനിയോഗിക്കപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടുത്തെ സഹകരണ സ്ഥാപനങ്ങൾ തൊട്ട് യൂണിവേഴ്സിറ്റികളിൽ വരെയുള്ള കോർപ്പസ് ഫണ്ടുകൾ മുഴുവൻ അടിച്ചു മാറ്റി തൂത്തുപെറുക്കി കൊണ്ടുപോകുന്ന ഒരു സർക്കാരാണ്. ഇതുപോലൊരു ഗതികേടിന്റെ പാതാളക്കുഴിയിലേക്ക് ഈ നാടിനെ താഴ്ത്തിയവര് തങ്ങളുടെ എല്ലാ വീഴ്ചകൾക്കും പരിഹാരമായിട്ട് കേന്ദ്രത്തിനെതിരെ കുറ്റം പറഞ്ഞു വന്നാൽ അതെങ്ങനെ നടക്കുമെന്ന് കേന്ദ്രം കേരളത്തോട് വിവേചനം കാണിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.
പക്ഷെ ഇവരുടെ എല്ലാ വീഴ്ചകൾ, ഇവരുടെ ഭരണപരാജയങ്ങൾ അതൊക്കെ അങ്ങോട്ട് ഏൽപ്പിച്ചതിനെ രാഷ്ട്രീയമാക്കി മാറ്റുമ്പോൾ അതിന് തലവെച്ചു കൊടുക്കാൻ കേരളത്തിലെ ഒരു ബുദ്ധിയുള്ള മനുഷ്യനെയും കിട്ടില്ല എന്ന് CPM മനസ്സിലാക്കുന്നത് നന്നാവും. അതിന് സിമ്പിൾ ആയിട്ടുള്ള കണക്കാണ് ഈ 4.5 ലക്ഷം കോടിയുടെ പൊതുകടം. 20 കോടി ജനസംഖ്യയുള്ള UP-യുടെ പൊതുകടം 7 ലക്ഷം കോടിയാണ്. അപ്പോഴാണ് 4 കോടിക്കടുത്ത് ജനസംഖ്യയുള്ള കേരളത്തിന്റെ പൊതുകടം 4.5 ലക്ഷം കോടിയിലെത്തി നിൽക്കുന്നത്. ഇവിടുത്തെ GSDP ഡെപ്റ്റ് റേഷ്യോ 39% എത്തി നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ അവസാനത്തെ സാമ്പത്തിക വർഷത്തിൽ കേരളം 55,000 കോടിയിലധികം രൂപ വായ്പ എടുത്തു കഴിഞ്ഞു. GSDP-യുടെ 3% വായ്പ എടുത്തു. റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി വകയിൽ 20,000 കോടി രൂപ വായ്പ എടുത്തു. ഇവർ ഈ വായ്പ എടുത്ത് കുന്നുകൂട്ടി കുമിഞ്ഞുകൂട്ടി ഈ സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് തനിക്ക് ശേഷം പ്രളയം എന്ന മട്ടിൽ മുന്നോട്ട് പോകുമ്പോൾ നാളത്തെ തലമുറ എന്ത് ചെയ്യണമെന്നുകൂടി അജിംസ് പറഞ്ഞു തരണം. 5,000 കോടി രൂപ ഇവർ വകയിരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ നാട്ടിലെ സ്ഥലമുടമകൾക്ക് കിട്ടി, അവരൊക്കെ സാറ്റിസ്ഫൈഡ് ആണ് എന്നിവര് അവകാശപ്പെടുന്നുണ്ടല്ലോ. അതിനുവേണ്ടി നീക്കിവെച്ചതാണല്ലോ ആ തുക. പിന്നെ അതിന്റെ പേരിൽ എന്ത് പരിതപിക്കലാണ് ഇവർ നടത്തുന്നത്? ഒന്നുകിൽ അവകാശവാദം അല്ലെങ്കിൽ പരിതപിക്കൽ, രണ്ടിലേതെങ്കിലും ഒന്നില് CPM ഉറച്ചു നിൽക്കണം. അവരുടെ കെടുകാര്യസ്ഥതയും ധൂർത്തുമാണ് ഈ സംസ്ഥാനത്തെ ഇത്തരത്തിൽ പാപ്പരാക്കിയിട്ടുള്ളത്. കേന്ദ്രം നിശ്ചയമായിട്ടും കേരളത്തിന്റെ ഈ പ്രത്യേക പരിതസ്ഥിതി പരിഗണിച്ചുകൊണ്ട് കേരളത്തിനൊരു സാമ്പത്തിക പാക്കേജ് അനുവദിക്കാൻ തയ്യാറാകണം. അതോടൊപ്പം തന്നെ ഞാൻ ആവർത്തിക്കുകയാണ് ജിംസെ, കേരളത്തിലെ കോൺഗ്രസും CPM-ഉം BJP-യും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ 16-ാം ധനകാര്യ കമ്മീഷൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രൂപീകരിച്ചിട്ടുള്ളൂ. ഈ ആദ്യ മണിക്കൂറുകളിൽ തന്നെ അവരുടെ മാനദണ്ഡങ്ങളും നയങ്ങളും പൊളിച്ചെഴുതാൻ വേണ്ട കൂട്ടായ ഒരു ജനകീയ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക നീക്കം നടത്തേണ്ടതുണ്ട്. അത്തരത്തിൽ നാളുകളിലെ കേരളത്തിനെ രക്ഷിച്ചെടുക്കാനുള്ള ചില പണികൾ, ദീർഘവീക്ഷണപരമായ നിലപാടുകൾ എടുക്കാനുള്ള ബാധ്യത കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. അതിനുള്ള ത്രാണിയോ ശേഷിയോ വിവേകമോ ബുദ്ധിയോ ഇല്ലാത്ത ഒരു സർക്കാരാണ് കേരളത്തെ നയിക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കണം. ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകൾ കാണിക്കുന്നതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം വളരെ കൃത്യമായിട്ട് നമുക്കൊക്കെ മനസ്സിലാവും. കേരളത്തിലെ ഓരോ മനുഷ്യനും CPM-ന്റെ ഈ ഭരണ വീഴ്ചയിൽ, പരാജയത്തിൽ മനംനൊന്ത് വറുതിയിൽ കഴിയുകയാണ്. അവരുടെ മുന്നിൽ ഒരു തരത്തിലും ഇവർക്ക് നിവർന്നു നിൽക്കാനോ ന്യായം പറയുവാനോ സാധ്യമല്ല എന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ജിംസെ. ശരി, ശ്രീ ജെയ്സി തോമസ്, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് പ്രതിപക്ഷത്തെ മുഖ്യമന്ത്രി വിളിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതിന് മുന്നോടിയായി ചെയ്യുന്ന ഒരു ഗിമ്മിക്കോ അല്ലെങ്കിൽ ഒരു കെണിയോ, രാഷ്ട്രീയ കെണിയോ ആണോ എന്ന സംശയം പ്രതിപക്ഷത്തിന് ഉന്നയിക്കാം. പക്ഷേ ഈ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റിനെ പറ്റി പറയുമ്പോൾ RBI കഴിഞ്ഞ വർഷം ഇറക്കിയ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ഈ റെഡ് സോണിലുള്ള സംസ്ഥാനങ്ങൾ, കേരളം അതിൽ ഉൾപ്പെടുന്നു, മധ്യപ്രദേശുണ്ട്, കേരളമുണ്ട്, ആന്ധ്രയുണ്ട്, പഞ്ചാബുണ്ട്, ഇത്തരം സംസ്ഥാനങ്ങളിൽ അവരുടെ തനത് നികുതിയേതര വരുമാനങ്ങളിൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ വൾണറബിൾ സ്റ്റേജിലാണ് ഈ സ്റ്റേറ്റുകൾ ഉള്ളത് എന്ന് പറയുന്നു. ഒരു വശത്ത് ഈ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കാതെ കടം മാത്രം എടുക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ലോജിക്കിൽ അതൊരു കെടുകാര്യസ്ഥത തന്നെയാണ്. അത് ചൂണ്ടിക്കാട്ടപ്പെടണ്ടേ? തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് ഞാൻ വരാം. അല്പം ഭാഗികമായിട്ടെങ്കിലും ആ ചോദ്യത്തിന്റെ മറുപടി തൊട്ട് മുമ്പൊന്ന് വിശകലനം ചെയ്തതാണ്. എന്നിരുന്നാൽ പോലും അങ്ങയുടെ ചോദ്യത്തിന്റെ മർമ്മമായതുകൊണ്ട് അതിലേക്ക് വരാം. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. പ്രത്യേകിച്ച് ഇന്ന് കേരളത്തിന് വേണ്ടി മനുഷ്യരായി പിറന്ന നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടെ രാഷ്ട്രീയ പതാകകളുടെ നിറവ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരുമിച്ച് നിൽക്കുന്ന അതിന്റെ ചർച്ചകളും പ്രതികരണങ്ങളൊക്കെ ഉയർന്നു വന്ന ഇന്നത്തെ ദിവസം തന്നെ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയെ നാണിപ്പിക്കുമാറ് കോൺഗ്രസ് പ്രതിനിധി ഇവിടെ ഇരുന്ന് പറയുകയാണ്. എനിക്ക് തോന്നുന്നു അവതാരകനെങ്കിലും അറിയാം, അങ്ങ് മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഗൗരവപൂർണ്ണമായി ഇത്തരം കാര്യങ്ങൾ വിലയിരുത്താൻ ശ്രമിക്കാറുള്ള ഒരാളാണല്ലോ. നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെയും ആരോഗ്യ രംഗത്തെയും ഒക്കെ വളർച്ചയുടെയും സാർവത്രിക സ്വഭാവത്തെയും ഒക്കെ സംബന്ധിച്ച് ചർച്ചയ്ക്കെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ RSSന്റെ രാഷ്ട്രീയ പ്രതിനിധികളാണ് തിരുവിതാംകൂർ മഹാരാജാവിന്റെ കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ്, അല്ലെങ്കിൽ ആ മഹാരാജാവിന്റെ ഔദാര്യം കൊണ്ട് സംഭവിച്ചതാണ് കേരളത്തിൽ ഇന്ന് കാണുന്ന എല്ലാ പൊതുജന മുന്നേറ്റങ്ങളും. അതിന്റെ അടിത്തറയും മേൽക്കുരയും ഒക്കെ രാജകുടുംബാംഗങ്ങൾ സംഭാവന ചെയ്തതാണ് എന്ന പമ്പര വിഡ്ഢിത്തം, എന്ന ചരിത്ര വിരുദ്ധത, അരാഷ്ട്രീയമായ അശ്ലീലം RSS പ്രചാരകനെ നാണിപ്പിക്കുമാറ് നമ്മളുടെ ചർച്ചയിൽ വന്നിരുന്ന് വിളമ്പിയത്
കോൺഗ്രസ് പ്രതിനിധിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹതപിക്കാതെ നിവർത്തിയില്ല. ഞാൻ എൻ്റെ ഭാഗം ആദ്യമേ വിശദീകരിച്ചു കൊള്ളട്ടെ. പിന്നെ അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത്? വിഭവന്മാരായിട്ടുള്ള ആളുകൾ പറയുന്നത് പോലെയല്ലേ? ആങ്കർ എന്ന നിലയിൽ അങ്ങേക്കറിയില്ലേ എന്താണ് കേരളത്തിന്റെ വർത്തമാനകാല കേരളത്തിന്റെ കടത്തിന്റെ പ്രത്യേകത എന്താണ്? GSDP നിരക്കുമായി താരതമ്യപ്പെടുത്തിയിട്ടാണ് നമ്മളല്ല, സാമ്പത്തിക വിദഗ്ധർ, നമ്മളെക്കാൾ കൂടുതൽ ഗൗരവപൂർണമായി സാമ്പത്തിക രംഗത്തെ സമീപിക്കുന്നവർ GSDP നിരക്കുമായി താരതമ്യപ്പെടുത്തിയിട്ടാണ് ഓരോ സംസ്ഥാനങ്ങളിലെയും കടബാധ്യതയും കടത്തിന്റെ ശേഷിയെയും അനുപാതത്തെയും ഒക്കെ വിലയിരുത്താറുള്ളത്. അദ്ദേഹം ഒരു പച്ചക്കള്ളം ഇവിടെ വന്നിരുന്നു പറഞ്ഞു. അതായത് RBI പോലും അവരുടെ അംഗീകൃത ലിസ്റ്റിൽ ഇപ്പോൾ 2022-23 കാലയളവിൽ എത്രയാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ GSDP നിരക്ക് കോൺഗ്രസ് പ്രതിനിധിക്ക് അറിയുമോ? അങ്ങ് അറിയാമെങ്കിലും അങ്ങ് ബോധപൂർവ്വം ചിലപ്പോൾ കള്ളം പറയും. അതുകൊണ്ട് പ്രേക്ഷകർ അറിവിലേക്ക് ഞാൻ പറയാം. 11.6 ലക്ഷം കോടി രൂപയാണ് കേരളത്തിന്റെ ആകെ GSDP. നമ്മളുടെ ഇപ്പോഴത്തെ കടം എത്രയാണ്? GSDPയുടെ ആകെ വരുമാനം എടുത്തു നോക്കുമ്പോൾ കേരളത്തിന്റെ ഇപ്പോഴത്തെ കടം 36%. പ്രിസൈസ് ആയി പറഞ്ഞാൽ 36.4%. ഈ 36.4% ഇന്ത്യയിലെ ഏറ്റവും വലിയ കടമാണോ കോൺഗ്രസ് പ്രതിനിധി? അങ്ങ് എന്തിനാണ് കള്ളം പറഞ്ഞ കേരളത്തിലെ ഈ മീഡിയ താങ്കൾക്ക് ഇതിന്റെ ABCD അറിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അത് ഏറ്റവും വലിയ കടമാണെന്ന് പറഞ്ഞിട്ടില്ല നൗഷാദ്. നമ്മൾ അതിൽ ഇല്ലാത്ത കാര്യത്തിൽ തർക്കിക്കേണ്ട ആവശ്യമില്ല. GSDP ഡെപ്റ്റ് റേഷ്യോ ആണത്. GSDP ഡെപ്റ്റ് ഓക്കെ ആ റേഷ്യോ ഇന്ത്യയിലെ ഏറ്റവും വലിയ റേഷ്യോ ആണെന്ന് നൗഷാദിൽ പറഞ്ഞിരുന്നില്ല. ഓക്കെ അങ്ങ് പറയൂ പ്ലീസ്. അപ്പൊ അദ്ദേഹം പറയുന്നു, അദ്ദേഹം കോൺഗ്രസിന്റെ പ്രതിനിധി എന്തായാലും എനിക്കൊരു സർട്ടിഫിക്കറ്റ് നൽകി, എനിക്ക് ഇതിന്റെ ABCD അറിയില്ല, ഞാൻ കേരളം അറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധനാണെന്നും ഞാൻ അവകാശപ്പെട്ടിട്ടില്ല. എന്റെ പരിമിതമായ അറിവ് കൊണ്ട് ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ്. പക്ഷെ എന്തായാലും അങ്ങ് പറഞ്ഞു കളഞ്ഞല്ലോ, GSDP നിരക്കിൽ RBI കണ്ടെത്തിയിട്ടില്ലാത്തൊരു സംഖ്യ അങ്ങ് ഇവിടെ വന്നിരുന്ന് എഴുന്നള്ളിച്ചല്ലോ. അത് പച്ചക്കള്ളമാണ്. അത് അങ്ങേക്ക് ABCD അറിയാൻ വയ്യാഞ്ഞിട്ടാണോ അറിയാൻ വയ്യാഞ്ഞിട്ടാണോ എന്നൊക്കെ ഞാൻ വിധി എഴുതുന്നില്ല. മീഡിയ വണ്ട പ്രേക്ഷകർ വിധി എഴുതിക്കൊള്ളട്ടെ. അപ്പൊ കേരളത്തിൽ 2022-23 കടം 36.4%. ഇത് ഇന്ത്യയിലെ എത്രാമത്തെ വലിയ കടബാധ്യതയാണ്? ഇന്ത്യയിലെ ഒന്നാമത്തെ തന്നെ കടമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്ന്. നമ്മുടെ തൊട്ടു മുമ്പ് കോൺഗ്രസിന്റെ സഹപാനലിസ്റ്റ് സംസാരിച്ച കോൺഗ്രസ് രാഷ്ട്രീയം ദീർഘകാലം ഭരിച്ചു മുടിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന പഞ്ചാബാണ്. എത്രയാണ് കടം? 50%-അടുത്താണ്. അതായത് 46.8 പഞ്ചാബിന്റെ കടം. ഒന്നാമത്തെ കടം അരുണാചൽ പ്രദേശാണ്, 53%. മൂന്നാമത് നാഗാലാൻഡ് ആണ്, നാലാമത് മണിപ്പൂരാണ്, അഞ്ചാമത് മേഘാലയയാണ്, ആറാമത് ഹിമാചൽ പ്രദേശാണ്, ഏഴാമത് ബീഹാറാണ്, എട്ടാമത് മിസോറാമാണ്, ഒൻപതാമത് ബംഗാളും 10ാമത് BJPയും കോൺഗ്രസും ചേർന്ന് ഭരിച്ച് മുടിച്ച രാജസ്ഥാനുമാണ്. ഈ ആദ്യത്തെ 10 സംസ്ഥാനങ്ങളുടെ ലിസ്റ്റാണ് ഞാൻ വായിച്ചത്. ഇതിലെവിടെയും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ത്യയിൽ കടഭാരം കൊണ്ട് ശിരസ് കുനിയേണ്ടവരെന്ന ആദ്യത്തെ 10 സംസ്ഥാനങ്ങളിൽ പോലും നമ്മുടെ കേരളമില്ല. പ്രേക്ഷകർ മനസ്സിലാക്കണം. പിന്നെ ഇപ്പോഴത്തെ ഈ 36.4 എന്ന് പറയുന്നത് റെഡ് സോൺ ആണോ? അതൊരു വലിയ കടബാധ്യതയാണോ? ആ ചോദ്യത്തിന് ചരിത്രത്തിൽ തന്നെ നമ്മുടെ ധനകാര്യ വകുപ്പ് മറുപടി കണ്ടെത്തുന്നുണ്ട്. എന്താണ്? ഈ കേരളത്തിന്റെ കടം GSDPയുടെ 40% കാലമുണ്ടായിരുന്നു. ഒന്ന് ഓർത്ത് നോക്ക്. അത് ഏതാണ് കാലമെന്ന് അറിയുമോ കോൺഗ്രസ് പ്രതിനിധി? ഞാൻ പറഞ്ഞു തരാം. 2002, 2003, 2004, 2005 സാമ്പത്തിക ധനകാര്യ മന്ത്രിയുടെ കസേരയിൽ അമർന്നിരുന്ന നേതാക്കന്മാർ ആരായിരുന്നു? ഭരിച്ചു മുടിച്ച അന്നത്തെ മുഖ്യമന്ത്രിയും സംഘവും ഏത് പാർട്ടിയായിരുന്നു? 2004, 2005 പ്രേക്ഷകർ ഓർമ്മിക്കണം, കേരളത്തിന്റെ കടം 40% കോൺഗ്രസിന്റെ കാലയളവിൽ 40% വരെ കടമാക്കി കേരളത്തെ മുടിപ്പിച്ച ഒരു കാലയളവിൽ നിന്നും 36.5% കേരളത്തിന്റെ കടഭാരത്തെ കുറച്ചുകൊണ്ട് വന്ന സർക്കാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. പറയാൻ വേണ്ടി വന്നതല്ല. സംസ്ഥാനത്തിന്റെ SGDP വർദ്ധിച്ചതാണ്, അത് കടം കുറഞ്ഞതല്ല. കടം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. GSDPയുടെ തോത് വെച്ച് പരിശോധിക്കണ്ടേ? അതല്ലേ വരുമാനം നമ്മൾ കൂടൂല്ലേ? അങ്ങ് എന്ത് വിലയിരുത്തല നടത്തിയത്? കടം കുറഞ്ഞെന്ന് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. കടം കുറഞ്ഞതല്ല, നമ്മുടെ വരുമാനം കൂടിയതാണ്. അത് സ്നേഹിത, അത് GSDP എനിക്ക് അങ്ങയോട് സത്യസന്ധമായി വിയോജിപ്പുണ്ട്. അങ്ങ് അല്പം കൂടെ ഗൗരവപൂർണ്ണമായി ഇതിനെ വിലയിരുത്തുന്ന സാമ്പത്തിക വിദഗ്ധർ ഡോക്ടർ KP കണ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളോട് അങ്ങൊന്ന് ചോദിച്ചു നോക്കണം. GSDPയുടെ അനുപാതികമായിട്ടാണ് ഓരോ സംസ്ഥാനത്തിന്റെയും കടത്തെ വിലയിരുത്താറുള്ളത്. കടം കുറച്ചുകൊണ്ടുവന്നതല്ല, നമ്മുടെ വരുമാനം കൂടിയതുകൊണ്ട് ആ റേഷ്യോ കുറഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞു. 2030
അവിടെയാണ് അങ്ങ് 3 തവണയും അങ്ങ് ആവർത്തിക്കുന്നത് ഒരേ വാചകമാണ്. ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് ശ്രദ്ധിക്കാൻ അങ്ങൊരു അവസരം നൽകണം. കാരണം എന്താണ്, GSDP കേരളത്തിന്റെയും അല്ല ഒരു സംസ്ഥാനത്തിന്റെയും എല്ലാ കാലത്തും കുറയുന്നുണ്ടോ? ഇല്ലല്ലോ. അത് എല്ലാ കാര്യങ്ങളിലും ആനുപാതികമായി വർദ്ധിക്കുകയാണ്. അപ്പൊ വർദ്ധിക്കുമ്പോഴോ അതിനനുപാതികമായി കടം ഉയരുന്നുണ്ടോ? 2004-ൽ 40% കടബാധ്യത കൂടുകയാണെങ്കിൽ അതേ 40% തന്നെ തുടരുന്നതല്ലേ? GSDP വർദ്ധിക്കുന്നതിനോടൊപ്പം കടമെടുപ്പ് വീണ്ടും കൂടുകയാണെങ്കിലോ? അപ്പൊ 2030 നമ്മൾ കാണുന്നത് GSDPയുടെ അനുപാതികമായി കേരളത്തിന്റെ കടം ഇനിയും കുറയും. 36.4 എന്നുള്ളത് 30% ഒക്കെ കുറയുമെന്നുള്ളതാണ് സാമ്പത്തിക വിദഗ്ധർ അവകാശപ്പെടുന്നത്. എന്തായാലും ഇരിക്കട്ടെ. അപ്പൊ കോൺഗ്രസ് പ്രതിനിധി 40% GSDPയുടെ കടബാധ്യത ഉണ്ടായിരുന്നു കേരളം. ഇപ്പൊ 36.4% മാത്രമേ കടമുള്ളൂ. അങ്ങ് ഇത് മനസ്സിലാക്കണം. പിന്നെ രണ്ടാമത് അങ്ങ് പറഞ്ഞത് എന്താണ്? തിരുവിതാംകൂർ രാജകുടുംബം അല്ലേ? അങ്ങേക്ക് അല്പമെങ്കിലും രാഷ്ട്രീയ ചരിത്രം അറിയാമെങ്കിൽ തിരുവിതാംകൂർ രാജകുടുംബം സംഭാവന ചെയ്തതാണോ കേരളത്തിന്റെ സാർവത്രിക ആരോഗ്യ രംഗം? തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ അടുക്കളയിൽ നിന്ന് സംഭാവന സ്വീകരിച്ചതാണോ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം? അങ്ങ് കുഞ്ഞാമൻ മാഷ് ആത്മകഥ വായിച്ചിട്ടില്ലേ? കുഞ്ഞാമൻ മാഷ് എന്താണ് പറയുന്നത്? യജമാനന്റെ വീടിന്റെ പുറകിൽ ഒരു പട്ടിയോടൊപ്പം ഭക്ഷണത്തിന് വേണ്ടി ആർത്തിയോടുകൂടെ പരിശ്രമിക്കുന്ന മറ്റൊരു നായയായി എനിക്ക് സ്വയം തോന്നി. അതായിരുന്നു കേരളത്തിന്റെ ഭൂതകാലം. ആ ഭൂതകാലം എങ്ങനെ റദ്ദു ചെയ്യപ്പെട്ടു അങ്ങേക്കറിയില്ലേ? എങ്ങനെ കേരളത്തില് ഒരു വട്ടം ഉന്നയിച്ച ഒരു വിഷയമാണ്. അതിൽ നൗഷാദിലേക്ക് മറുപടി നൽകാൻ സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. ശ്രീ യുവരാജ് ഗോകുൽ, ശരി, ശ്രീ യുവരാജ് ഗോകുൽ, ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് CPM-ഉം കോൺഗ്രസും. ഇവിടെ അവർ എതിർപക്ഷത്താണെങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ യോജിച്ച് പോരാടാൻ തീരുമാനിച്ചാൽ അതിനൊരു ദേശീയ മാനം കൂടി വരികയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ. അല്ല, എന്ത് ദേശീയമാനമാണ് അജിംസ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്? ഇവർക്ക് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് യോജിക്കാൻ കഴിയാന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ ഈ ജയിക്ക് വളരെ സമർത്ഥമായിട്ട് ചില കണക്കുകൾ ഉപയോഗിച്ചിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ പറയുകയാണ്. ഇതിന് ശരിക്കും ഞാനല്ല മറുപടി പറയേണ്ടെങ്കിലും ഞാൻ മറുപടി പറഞ്ഞു പോകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2001-ൽ EK നയനാർ സർക്കാർ, സംസ്ഥാന സർക്കാർ, അദ്ദേഹം പുറത്തു പോവുകയും പുതിയ UDF സർക്കാർ വരികയും ചെയ്യുന്ന സമയത്ത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്തായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് അദ്ദേഹത്തിന് അറിയുമോ എന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും പുതിയൊരു സർക്കാർ, AK ആന്റണി സർക്കാർ വരുന്ന സമയത്ത് ധവളപത്രം ഇറക്കേണ്ടുന്ന ഒരു സാഹചര്യമായിരുന്നു അന്ന് കേരളത്തിൽ നിലനിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ 2002-2003 കാലഘട്ടങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ പൊതുകടമൊക്കെ ഉയർന്നു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവും. എന്തായാലും ജയിക്ക് പറഞ്ഞതുപോലെ തന്നെ വരും വർഷങ്ങളിൽ കടത്തിൻ്റെ തോത് കുറയുന്നൊരു സാഹചര്യമാണ് വരുന്നതെന്നാണ് ജയിക്ക് പറയുന്നത്. അത് ശരിയാണ്. കാരണം കടമെടുക്കുന്നതിന് തീർച്ചയായിട്ടും പരിധികൾ കൊണ്ടുവരികയും കടമെടുക്കാൻ പറ്റില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ കടത്തിൻ്റെ തോത് കുറയുക എന്ന് പറയുന്നത് ഒരു ശരി തന്നെയാണ്. പിന്നെ ജെയിംസ് നേരത്തെ പറഞ്ഞൊരു കാര്യത്തിന് അപ്പോൾ എനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ജെയിംസ് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടുവന്നുണ്ട്. കേരളത്തിൻ്റെ നികുതി വരുമാനം വല്ലാത്ത രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. കേരളമാണ് ഇപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ നികുതി കളക്ഷനിൽ മുന്നിൽ നിൽക്കുന്നതെന്നുള്ള കാര്യം ശരിയാണ്. കാരണം കേരളത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ GDP പ്രധാനമായിട്ടും നിലനിൽക്കുന്നത് സേവന മേഖലയിലാണല്ലോ കൂടുതലായിട്ടും നിലനിൽക്കുന്നത്. കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. അതുകൊണ്ട് തന്നെ സേവന മേഖലയിലാണ്. നമ്മുടെ കോവിഡ് സമയത്ത് പ്രോപ്പറായിട്ടുള്ള നികുതി കളക്ഷൻ നടന്നിരുന്നില്ല. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് കോവിഡ് കാലത്തിന് ശേഷം 2022-2023 സാമ്പത്തിക വർഷങ്ങളിലാണ് കൂടുതലായിട്ടും ആ നികുതികളെല്ലാം കൂടി ചേർന്നുള്ള കളക്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നികുതി വരുമാനത്തിൽ, നികുതി കളക്ഷനിൽ വലിയ ഒരു ജമ്പ് 2022-2023 കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മറ്റ് സ്റ്റേറ്റുകൾ പലതും നിലനിൽക്കുന്നത് ഈ പറയുന്നത് പോലെ തന്നെ സേവന മേഖലയിലല്ല, മാനുഫാക്ചറിംഗ് മേഖലയിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് അത് പലതും സുസ്ഥിരമായ എക്കോണമി ആകുന്നതും നമ്മുടെ സുസ്ഥിരമായ എക്കോണമി ആകുന്നില്ല എന്നുള്ള ഒരു നിരീക്ഷണം സാമ്പത്തിക വിദഗ്ധരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് എത്ര കാലം നമുക്ക് ഈ പറയുന്ന പോലെ സേവന മേഖല ഡിപ്പെൻഡ് ചെയ്ത് ഓടാൻ കഴിയുമെന്ന് അറിയില്ല. എന്തായിരുന്നാലും മുമ്പോട്ട് പോകുന്നതിനകത്ത് പ്രത്യേകിച്ച് ഒരു പ്രതീക്ഷയുടെ കാര്യമൊന്നും ഈ ഗതിയിലാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതൊരു മാക്രോ എക്കണോമിക് പ്രശ്നമാണ്. അത് കേരളം ഉണ്ടായ കാലം മുതലുള്ള പ്രശ്നം കൂടിയാണ്. കാരണം വ്യവസായം, കൃഷിയും ഡൗൺവാർഡായിട്ടുള്ള സേവന മേഖലയിൽ വലിയ മുന്നേറ്റം വരുന്ന ഒരു സംസ്ഥാനത്ത് സ്വാഭാവികമായും ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് കൂടിയാണ് എന്നുകൂടി നമ്മൾ വിചാരിക്കും. അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കേരളം ഉണ്ടായ കാലം അല്ലല്ല അജിംസെ, കേരളം ഉണ്ടായ കാലം മുതലുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ ആ പ്രശ്നത്തിനെ പരിഹരിക്കാൻ എന്ത് ചെയ്തു എന്നുള്ള കാര്യം ഒരു ചോദ്യമാണ്. എന്തുകൊണ്ട് നമുക്കത് പരിഹരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യവും ഒരു ചോദ്യമാണ്. കേരളം ഉണ്ടായ കാലത്ത് 56% പ്രശ്നം ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് മുമ്പിൽ ഉണ്ടെന്ന്. ഉത്പാദന മേഖലയും സേവന മേഖലയും എല്ലാം തകർന്നപ്പോൾ രാജ്യത്ത് നിന്ന് യുവാക്കൾ കൂട്ടമായി മറ്റു രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ്. ആ ഒരു പ്രശ്നം കേരളത്തിന് മാത്രം പ്രശ്നമല്ല, രാജ്യം തന്നെ നേരിടുന്ന പ്രശ്നമാണ്. പക്ഷേ ഈ പ്രത്യേകമായ രാഷ്ട്രീയ ഉൽപാദന മേഖല, ഇന്ത്യയിലെ ഉൽപാദന മേഖല, ഒരു ദേശീയ തലത്തിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിക്കുമോ എന്നുള്ള ക്വസ്റ്റ്യനാണ് ഈ ഘട്ടത്തിൽ അവശേഷിക്കുന്നത്. വളരെ നന്ദി ശ്രീ ജയ്ക്ക്, ശ്രീ ഗോകുൽ, ശ്രീ നൗഷാദ് അലി, ഇത്രയും സംസാരിച്ചിട്ടുണ്ട്.